വെൽക്കം ടു റിജ്വൻ PSK ഓൺലൈൻ ക്ലാസ്സസ്. നമ്മൾ ഇന്ന് കണ്ടിന്യൂ ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കലോറിമെട്രിയുടെ തിയററ്റിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. എന്തൊക്കെയാണ് കലോറിമെട്രിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടേംസ്, അതുപോലെ തന്നെ സ്പെസിഫിക് ഹീറ്റ് എന്താണ്, ലാറ്റൻ ഹീറ്റ് എന്താണ്, വാട്ടറിൻ്റെ സ്പെസിഫിക് ഹീറ്റ് വാല്യൂ ഞാൻ കഴിഞ്ഞ ദിവസം ലാസ്റ്റ് പറഞ്ഞിരുന്നു. വാട്ടറിൻ്റെ സ്പെസിഫിക് ഹീറ്റ് വാല്യൂവും അതുപോലെ തന്നെ ലാറ്റൻ ഹീറ്റ് വാല്യൂവും അത് മസ്റ്റായിട്ട് നമ്മൾ ബൈ ഹാർട്ട് ചെയ്തിരിക്കണം. ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് നമുക്കത് അത്രയും ആവശ്യമുള്ളതാണ്. കാരണം ഈ ഒരു തെർമൽ പ്രോപ്പർട്ടീസിൽ ടെമ്പറേച്ചർ ഓഫ് ദ മിക്സ്ചർ കണ്ടുപിടിക്കാൻ, അതുപോലെ തന്നെ ഫേസ് ചേഞ്ച് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ലാറ്റൻ ഹീറ്റും സ്പെസിഫിക് ഹീറ്റും അത്രയും ആവശ്യമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇന്ന് നമ്മളതിൻ്റെ ഒരു ഗ്രാഫിക്കലായിട്ടുള്ള സ്റ്റഡിയാണ്. കലോറിമെട്രിയിൽ നമ്മളിപ്പോൾ രണ്ട് ഡിഫറെൻറ്റ് ടെമ്പറേച്ചറിലുള്ള അല്ലെങ്കിൽ രണ്ട് ഡിഫറെൻറ്റ് സ്റ്റേറ്റിലുള്ള മെറ്റീരിയൽസിനെ പരസ്പരം മിക്സ് ചെയ്യുന്നു. അങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് ആ മെറ്റീരിയൽസിന് നമുക്കുണ്ടാകുന്ന ഫൈനൽ ടെമ്പറേച്ചർ എങ്ങനെയാണ്, ഈ കാര്യങ്ങളാണ് നമുക്കിന്ന് നോക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാവുന്നൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മളൊരു ഒബ്ജക്റ്റിലേക്ക് അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിലേക്ക് ഹീറ്റ് എനർജി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നാച്ചുറലി ആ ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്യുന്നതിനനുസരിച്ച് ആ മെറ്റീരിയലിൻ്റെ അല്ലെങ്കിൽ ആ സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചർ കൂടിക്കൊണ്ടേയിരിക്കും. കാരണം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് എന്ന് പറയുന്നത് ഹീറ്റ് ഈസ് നത്തിങ് ബട്ട് ദ ടോട്ടൽ കൈനറ്റിക് എനർജി ഓഫ് മോളിക്യൂൾസ്. കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നാണല്ലോ. അപ്പോൾ നമ്മളൊരു സിസ്റ്റത്തിലേക്ക് ഹീറ്റ് എനർജി കൊടുക്കുന്ന സമയത്ത് ആ ഹീറ്റ് എനർജി മോളിക്യൂൾസ് അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ ദ കംപ്ലീറ്റ് ഹീറ്റ് വിൽ ബി കൺവേർട്ടഡ് ആസ് ദ കൈനറ്റിക് എനർജി ഓഫ് മോളിക്യൂൾസ്. സോ മോളിക്യൂൾസിൻ്റെ കൈനറ്റിക് എനർജി കൂടുന്നു എന്ന് പറഞ്ഞാൽ ആ മോളിക്യൂൾസിന് വെലോസിറ്റി കൂടുകയാണ് ചെയ്യുന്നത്. സോ വെലോസിറ്റി കൂടുന്ന സമയത്ത് അവിടെ ഫസ്റ്റ് തെർമൽ എക്സ്പാൻഷൻ ഉണ്ടാവും. തെർമൽ എക്സ്പാൻഷൻ കൂടി ഒരു ലിമിറ്റ് വിട്ട് കഴിഞ്ഞാൽ ദ സിസ്റ്റം വിൽ സഫർ എ ചേഞ്ച് ഇൻ ഫേസ്. സോളിഡ് സ്റ്റേറ്റ് ലിക്വിഡ് സ്റ്റേറ്റിലേക്കോ അല്ലെങ്കിൽ ലിക്വിഡ് സ്റ്റേറ്റ് ഗ്യാഷ്യസ് സ്റ്റേറ്റിലേക്കോ മാറും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഒരു എന്താ പറയുക, കലോറിമെട്രിയുടെ ഇൻട്രൊഡക്ഷനായിട്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ ഇന്ന് നമുക്ക് കാണേണ്ടത് ഒരു സിസ്റ്റത്തിലേക്ക്, അതിപ്പോൾ സോളിഡ് സ്റ്റേറ്റോ ലിക്വിഡ് സ്റ്റേറ്റോ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഐസ് തന്നെ എടുക്കാം. ആ ഐസ് ഇരിക്കുന്നത് നെഗറ്റീവ് ടെമ്പറേച്ചറിലാണ് ഇരിക്കുന്നതെന്ന് വിചാരിച്ചോളൂ. ആ ഐസിലേക്ക് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിന്ന് കാണാൻ പോകുന്നത് സോളിഡ് സ്റ്റേറ്റിലിരിക്കുന്ന മെറ്റീരിയൽ, അത് ഐസ് പറയുക തന്നെയാണ് നമുക്ക് ഏറ്റവും എളുപ്പം. ആ സോളിഡ് സ്റ്റേറ്റിലിരിക്കുന്ന മെറ്റീരിയലിലേക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഹീറ്റ് എനർജി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ ഹീറ്റ് എനർജി കൊടുത്തുകൊണ്ടേ ഇരിക്കുമ്പോൾ അവിടെ ആ സിസ്റ്റത്തിന് വരുന്ന ചേഞ്ചുകൾ എന്തൊക്കെയാണ്, ഇതാണ് കാണേണ്ടത് ആസ് പെർ ദ പ്രിൻസിപ്പിൾസ് ഓഫ് കലോറിമെട്രി. അപ്പോൾ കലോറിമെട്രിയുടെ പ്രിൻസിപ്പിൾസ് പറഞ്ഞപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ സൂചിപ്പിച്ച ഓർമ്മ ഉണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഒരു സിസ്റ്റത്തിലേക്ക് ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ വി ആർ പ്രൊവൈഡിങ് ഹീറ്റ് ടു എ സിസ്റ്റം ആൻഡ് ദാറ്റ് അബ്സോർപ്ഷൻ ഓഫ് ഹീറ്റ് വിൽ ബി ഹാവിങ് ടു ചേഞ്ചസ്. ഹീറ്റ് അബ്സോർപ്ഷന് രണ്ട് ചേഞ്ച് ഉണ്ടാക്കാനല്ലേ പറ്റുള്ളൂ. നമ്മളൊരു സിസ്റ്റത്തിലേക്ക് കൊടുക്കുന്ന ഹീറ്റ് എനർജി ആണെങ്കിൽ ദ ഹീറ്റ് ക്യാൻ ക്രിയേറ്റ് a change in temperature and also the heat can create a change in state. അപ്പോൾ ടെമ്പറേച്ചറും ചേഞ്ച് ചെയ്യാം, അതുപോലെ തന്നെ സ്റ്റേറ്റും ചേഞ്ച് ചെയ്യാം. പക്ഷേ ഈ രണ്ട് കാര്യങ്ങളിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഈ രണ്ട് പ്രോസസ്സിൽ ഏതെങ്കിലും ഒരെണ്ണേ ഒരേ സമയം നടക്കുള്ളൂ. ദേ കനോട്ട് ഹാപ്പൻ സൈമിൾട്ടേനിയസ്ലി വൺ അറ്റ് എ ടൈം. അതിന് എക്സാമ്പിളും പറഞ്ഞിരുന്നത് ഓർമ്മയുണ്ടാവും. ഇപ്പോൾ നമ്മൾ വെള്ളം ചൂടാക്കുകയാണ്, ബോയിൽ ചെയ്ത് തുടങ്ങി. സോ നിങ്ങളുടെ തെർമോമീറ്റർ വെച്ച് കഴിഞ്ഞാൽ യു ക്യാൻ സീ ദാറ്റ് ടെമ്പറേച്ചർ ഈസ് അറൗണ്ട് 100 ഡിഗ്രി സെൽഷ്യസ്. നമ്മളെടുത്ത വെള്ളം മൊത്തം വേപ്പറായിട്ട് മാറുന്നത് വരെ തെർമോമീറ്ററിൻ്റെ റീഡിംഗ് എന്ന് പറയുന്നത് 100 ഡിഗ്രി സെൽഷ്യസ് തന്നെ ആയിരിക്കും. അതുപോലെ ഒരു പാത്രത്തിൽ കുറച്ച് ഐസ് എടുക്കുന്നു, അതിലേക്ക് ഒരു തെർമോമീറ്റർ വെക്കുന്നു. സോ അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ് യു ക്യാൻ സീ ദാറ്റ് ഐസ് സ്റ്റാർട്ട്സ് മെൽറ്റിംഗ്. അപ്പോൾ മെൽറ്റിംഗ് നടക്കുന്ന സമയത്ത് നമ്മൾ തെർമോമീറ്റർ റീഡിംഗ് നോക്കി കഴിഞ്ഞാൽ യു ക്യാൻ സീ ഇറ്റ് ഇസ് 0 ഡിഗ്രി സെൽഷ്യസ്. കുറച്ച് നേരം കഴിഞ്ഞു, മെൽറ്റിംഗ് കംപ്ലീറ്റ്ലി ആയിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ പാത്രത്തിനകത്ത് കുറച്ച് ഐസ് ഉണ്ടാവും, ആ ഐസ് മെൽറ്റായി വന്ന വെള്ളം ഉണ്ടാവും. അപ്പോൾ അതൊരു മിക്സ്ചറാണ്. സോളിഡ് സ്റ്റേറ്റും ഉണ്ട്, ലിക്വിഡ് സ്റ്റേറ്റും ഉണ്ട്. കംപ്ലീറ്റ് മെൽറ്റിംഗ് നടന്നിട്ടില്ല. ദെൻ ഓൾസോ യു ക്യാൻ സീ ദാറ്റ് തെർമോമീറ്റർ റീഡിംഗ് 0 ഡിഗ്രി സെൽഫ്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുന്നത് വരെ എന്തിൽ ചേഞ്ച് ഉണ്ടാവില്ല? ടെമ്പറേച്ചറിൽ ചേഞ്ച് ഉണ്ടാവില്ല. സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യില്ല. അതേപോലെ തന്നെ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് സ്റ്റേറ്റും ചേഞ്ച് ചെയ്യില്ല. ദാറ്റ് മീൻസ് എനി കൈൻഡ് ഓഫ് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് അല്ലെങ്കിൽ എനി കൈൻഡ് ഓഫ് ഫേസ് ചേഞ്ച്, അത് മെൽറ്റിംഗ് ആവാം, ബോയിലിംഗ് ആവാം, അല്ലെങ്കിൽ തിരിച്ചിങ്ങോട്ടേക്കാണെങ്കിൽ ഫ്രീസിങ് ആവാം, കണ്ടൻസേഷൻ ആവാം. ഏത് തരത്തിലുള്ള ഫേസ് ചേഞ്ച് ആണെങ്കിലും ദേ ആർ ഓൾ ഐസോതെർമൽ പ്രോസസ്സ്. അവിടെ ആ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നത് വരെ എന്ത് നടക്കുന്നില്ല? ഈ പറഞ്ഞ ടെമ്പറേച്ചറിൽ യാതൊരു ചേഞ്ചും ഉണ്ടാവില്ല. ഓക്കെ. അതേസമയം ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റില്ല? ഫേസ് ചേഞ്ച് കാണാൻ പറ്റില്ല.
ഇപ്പോൾ നമ്മൾ വെള്ളം ചൂടാക്കുകയാണ്, 30 ഡിഗ്രി സെൽഷ്യസിലുള്ള പൈപ്പിൽ നിന്ന് എടുത്ത വെള്ളം എടുത്ത് നമ്മൾ ചൂടാക്കുന്നു. അപ്പോൾ ചൂടാക്കിയ ഉടനെ വെള്ളം ബോയിൽ ചെയ്യില്ല എന്നറിയാം നിങ്ങൾക്ക്. 30 ഡിഗ്രി സെൽഷ്യസിലിരിക്കുന്ന വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ 100 ഡിഗ്രി സെൽഷ്യസിൽ എത്തിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് കാണാൻ പറ്റുള്ളൂ, വേപ്പറൈസേഷൻ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ 30 ഡിഗ്രി തൊട്ട് 100 ഡിഗ്രി വരെ നിങ്ങൾ കൊടുത്ത ഹീറ്റ് എനർജി മൊത്തം എന്തായിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്, ആ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള എനർജി ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. സോ ഫ്രം 30 ഡിഗ്രി ടു 100 ഡിഗ്രി, അല്ലെങ്കിൽ ഫ്രം സം ലോവർ ടെമ്പറേച്ചർ ടു ദ ബോയിലിംഗ് പോയിന്റ്, ഏതെങ്കിലും ഒരു ലിക്വിഡ്. ഇപ്പോൾ 100 ഡിഗ്രി എന്ന് പറയുമ്പോൾ വെള്ളത്തിനെ മാത്രം എഫക്ട് ചെയ്യുന്ന കാര്യമാണ്. സോ സം ലോവർ ടെമ്പറേച്ചർ ടു ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് ദ ലിക്വിഡ് നമ്മൾ ഹീറ്റ് എനർജി കൊടുക്കുന്നു. നമ്മൾ ഹീറ്റ് എനർജി കൊടുത്തു കഴിഞ്ഞാൽ സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചർ കുറവാണ്. അപ്പോൾ സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചർ കുറവാണെങ്കിൽ അതിന് ബോയിലിംഗ് നടക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേപ്പറൈസേഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ, അതിൻ്റെ ബോയിലിംഗ് പോയിന്റ് വരെ എല്ലാ മോളിക്യൂൾസിൻ്റെയും ടെമ്പറേച്ചർ റൈസ് ചെയ്യണം. സോ നിങ്ങൾ കൊടുത്ത ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്യുന്നു. ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കൈനറ്റിക് എനർജി കൂടും. സോ നാച്ചുറലി ടെമ്പറേച്ചർ കൂടി ലാസ്റ്റ് അതിൻ്റെ ബോയിലിംഗ് പോയിന്റിൽ എത്തുന്നത് വരെ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യും. ബോയിലിംഗ് പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ, എല്ലാ മോളിക്യൂൾസിനും ആ ഒരു ഒപ്റ്റിമം കൈനറ്റിക് എനർജി ആയി. ദെൻ ഇറ്റ് സ്റ്റാർട്ട്സ് ദ ചേഞ്ച് ഇൻ ഫേസ്. അപ്പോൾ ആ ചേഞ്ച് ഇൻ ഫേസ് കംപ്ലീറ്റ് ആവുന്നത് വരെ എന്ത് കാണാൻ പറ്റില്ല, നമുക്ക് ടെമ്പറേച്ചറിൽ ചേഞ്ച് കാണാൻ പറ്റില്ല. ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം നമ്മൾ ഓർമ്മിച്ച് വെക്കേണ്ടതാണ്. രണ്ടിൽ ഒരെണ്ണം. അപ്പോൾ നമ്മൾ കൊടുത്ത ഹീറ്റ് എനർജി എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങൾക്കാണ്. അപ്പോൾ ചേഞ്ച് ഇൻ ടെമ്പറേച്ചറിനും ചേഞ്ച് ഇൻ സ്റ്റേറ്റിനും. അപ്പോൾ ഇതിന് രണ്ടിനും വേണ്ടി വരുന്ന ഹീറ്റ് എനർജി നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് പറയാൻ പറ്റും. അതായത് ദ ഹീറ്റ് എനർജി റിക്വയർഡ് ഫോർ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ എത്രയാണ്, കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതാണ്, ദാറ്റ് ഈസ് MC ΔT. M represents mass of the substance, C is the specific heat capacity and ΔT is the change in temperature. ഇതേപോലെ തന്നെ യു ക്യാൻ ഗിവ് സം എനർജി വിച്ച് ചേഞ്ചസ് ദ സ്റ്റേറ്റ്. ഇത് ടെമ്പറേച്ചർ ചേഞ്ചിനുള്ളത്, ഇത് സ്റ്റേറ്റ് ചേഞ്ചിനുള്ള ഹീറ്റ് എനർജി. സ്റ്റേറ്റ് ചേഞ്ചിനുള്ള ഹീറ്റ് എനർജി നമുക്ക് എന്ത് എഴുതാം, M ഇൻറ്റു ലാറ്റൻ ഹീറ്റ് എന്ന് എഴുതാം. അപ്പോൾ രണ്ട് ഹീറ്റിനെ നമുക്ക് രണ്ട് തരത്തിലാണ് എഴുതാൻ പറ്റുന്നത്. ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ആണെങ്കിൽ അത് M ഇൻറ്റു ലാറ്റൻ ഹീറ്റും, ചേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ആണെങ്കിൽ MC ΔT. ലാറ്റൻ ഹീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, 1 കിലോഗ്രാമിനെ സ്റ്റേറ്റ് ചേഞ്ച് വരുത്താൻ നമ്മൾ കൊടുക്കേണ്ടി വരുന്ന ഹീറ്റ് എനർജിയാണ് ലാറ്റൻ ഹീറ്റ്. അപ്പോൾ നിങ്ങൾ എടുക്കുന്നത് M കിലോഗ്രാം ആണെങ്കിൽ ദ എനർജി ദാറ്റ് യു റിക്വയർ ഓർ യു നീഡ് ടു ഗിവ് ടു ദ സിസ്റ്റം ഈസ് M ഇൻറ്റു L. 1 കിലോഗ്രാമിന് L വേണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ M കിലോഗ്രാമിന് നമുക്ക് എത്ര വേണ്ടി വരും, M ഇൻറ്റു L വേണ്ടി വരും. ദാറ്റ്സ് ഇറ്റ്. അതങ്ങനെ. അപ്പോൾ ഈ രണ്ട് ഹീറ്റ് എനർജിയാണ് നമ്മൾ സിസ്റ്റത്തിൽ നമ്മൾ ഇത് രണ്ട് ഹീറ്റ് എനർജി എന്ന് പറയാൻ പറ്റില്ല. ഈ രണ്ട് തരത്തിലാണ് നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് എനർജി സിസ്റ്റം യൂട്ടിലൈസ് ചെയ്യുന്നത്. ഡിപ്പെൻസ് ഓൺ ദ സ്റ്റേറ്റ് ഓഫ് ദ സിസ്റ്റം. പറഞ്ഞ കാര്യം ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് അതിൻ്റെ നമ്മൾ ഇപ്പോൾ ചെയ്യാൻ പോകുന്ന കാര്യത്തിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ ഇതാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, അതിനൊരു ഗ്രാഫിൻ്റെ ബേസിസിൽ നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് എനർജിക്ക്, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് എനർജിക്ക് അനുസരിച്ച് ടെമ്പറേച്ചറിന് വരുന്ന വേരിയേഷൻ ഒരു ഗ്രാഫ് അനുസരിച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഗ്രാഫിക്കൽ വേരിയേഷൻ എങ്ങനെയാണ്, അതായത് ദ വേരിയേഷൻ ഓഫ് ടെമ്പറേച്ചർ വിത്ത് റെസ്പെക്ട് ടു ദ ഹീറ്റ് ദാറ്റ് യു ആർ പ്രൊവൈഡിങ്, അതൊന്ന് കാണാം നമുക്ക്. ഓക്കെ, നമുക്ക് ആദ്യം എക്സ് ആക്സിസിൽ ഹീറ്റ് എനർജി, വൈ ആക്സിസിൽ ടെമ്പറേച്ചർ. അപ്പോൾ ഇവിടെ ടെമ്പറേച്ചർ ഓഫ് ദ സിസ്റ്റമാണ്, ഇവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഹീറ്റാണ്. ഈ രണ്ട് വേരിയബിൾസിനെ വെച്ചുകൊണ്ടാണ് നമ്മൾ വേരിയേഷൻ നോക്കുന്നത്. അപ്പോൾ നമുക്ക് എടുക്കാവുന്ന സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് വാട്ടർ എടുക്കുക തന്നെയാണ് നല്ലത്, അല്ലെങ്കിൽ ഐസ് എടുക്കുന്നതാണ് നല്ലത്. കാരണം നമുക്ക് അതിൻ്റെ സ്പെസിഫിക് ഹീറ്റ് വാല്യൂ ഒക്കെ ഒരു നല്ലൊരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റും. സ്പെസിഫിക് ഹീറ്റ് അറിയാം, ലാറ്റൻ ഹീറ്റ് അറിയാം. പിന്നെ നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് വാട്ടറും ഐസും റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കാണേണ്ടി വരിക. സോ ഞാൻ അതിനെ തന്നെ ഒരു എക്സാമ്പിളായിട്ട് എടുക്കുന്നു. അപ്പോൾ നമ്മൾ ഐസ് എടുക്കുന്നത്, സപ്പോസ് യു ആർ ടേക്കിംഗ് ഐസ് അറ്റ് സം നെഗറ്റീവ് ടെമ്പറേച്ചർ. അപ്പോൾ ഇതാണ് അവിടുത്തെ ഇനീഷ്യൽ ടെമ്പറേച്ചർ. ഇനീഷ്യൽ ടെമ്പറേച്ചറിനെ നമുക്ക് T0 എന്ന് വിളിക്കാം. T0 ആണ് ഇനീഷ്യൽ ടെമ്പറേച്ചർ. അപ്പോൾ T0 എന്ന് പറഞ്ഞാൽ സം നെഗറ്റീവ് ടെമ്പറേച്ചർ ആയിരിക്കും കേട്ടോ. കാരണം ഐസ് വെച്ചിട്ടുണ്ടാവുക എപ്പോഴും നെഗറ്റീവ് ടെമ്പറേച്ചറിലായിരിക്കുമല്ലോ, ഐസിൻ്റെ ഒരു സ്റ്റേബിൾ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നു, നാച്ചുറലി അങ്ങോട്ടേക്ക് ഹീറ്റ് കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നു. അപ്പോൾ ഹീറ്റ് കൊടുക്കുന്നതിനനുസരിച്ച് ഐസ് ആ ഹീറ്റ് അബ്സോർബ് ചെയ്യും. പക്ഷേ നിങ്ങൾ ഹീറ്റ് കൊടുത്ത ഉടനെ ഐസിന് മെൽറ്റിംഗ് ഉണ്ടാവില്ല. നമ്മൾ ആ ടെമ്പറേച്ചർ എവിടെ വരെ ഇൻക്രീസ് ചെയ്യേണ്ടി വരും, -T0 ഇരിക്കുന്ന ഐസിനെ -T0 നിന്ന് എവിടെ വരെ ഇൻക്രീസ് ചെയ്യണം, 0 വരെ ഇൻക്രീസ് ചെയ്യണം. അപ്പോൾ 0 വരെ നമ്മൾ ഇൻക്രീസ് ചെയ്യേണ്ടി വന്നാൽ നമുക്ക് അവിടുത്തെ ഇക്വേഷൻ എങ്ങനെ വരും നോക്കാം. ആൻഡ് യു നോ ദാറ്റ്, അപ്പോൾ ഇവിടെ ഫസ്റ്റ് നടക്കുന്ന പ്രോസസ്സ് ഏതാ മക്കളെ, ഐസ് നെഗറ്റീവ് ടെമ്പറേച്ചറിലാണ്. ഹീറ്റ് കൊടുത്താൽ യു കനോട്ട് സീ എനി
ചേഞ്ച് ഇൻ സ്റ്റേറ്റ് ഇനീഷ്യലി ടിൽ ദ ടെമ്പറേച്ചർ റീച്ചസ് 0. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് ആദ്യം എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? ചേഞ്ച് ഓഫ് ടെമ്പറേച്ചറിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം കൊടുക്കുന്ന ഹീറ്റ് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു എത്രയായിട്ട് എഴുതാം? ദാറ്റ് ഈസ് MC ഡെൽറ്റ ടി എന്ന് പറയാം. അപ്പോൾ ടെമ്പറേച്ചറിനും ഹീറ്റ് എനർജിയും എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നതെന്ന് ഈ ഒരു റിലേഷനിൽ നിന്ന് കിട്ടും. ഡെൽറ്റ ക്യൂ ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു ഡെൽറ്റ ടി. രണ്ടും ഒരു സ്ട്രൈറ്റ് ലൈൻ y ഈക്വൽ ടു mx എന്ന് പറയുന്ന ഫോമിലാണ് വരുന്നത്. അതായത് ഇപ്പോൾ ഇവിടെ ഹീറ്റ് എനർജി എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം? ഡെൽറ്റ ടി ഇസ് ഈക്വൽ ടു ഡെൽറ്റ ക്യൂ ഡിവൈഡഡ് ബൈ MC എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്ലോപ്പായിട്ട് വരും സ്ട്രൈറ്റ് ലൈൻ്റെ. അപ്പോൾ y ഈക്വൽ ടു mx എന്ന് പറയുന്ന ഫോർമാറ്റിൽ നമുക്ക് എന്ത് കിട്ടണം? ഒരു സ്ട്രൈറ്റ് ലൈൻ കിട്ടണം. അപ്പോൾ ഞാൻ ഹീറ്റ് കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. എനിക്ക് എവിടം വരെ ഹീറ്റ് കൊടുക്കാം? 0 ഡിഗ്രി സെൽഷ്യസ് വരെ എനിക്ക് ഹീറ്റ് എനർജി കൊടുക്കാം. കാരണം 0 ഡിഗ്രി സെൽഷ്യസ് എത്തിക്കഴിഞ്ഞാൽ ഐസ് മെൽറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഞാൻ കൊടുക്കുന്ന ഹീറ്റ് എനർജിക്ക് അനുസരിച്ച് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് സ്ട്രൈറ്റ് ലൈൻ അല്ലേ നമുക്ക് കിട്ടുന്നത്. എവിടം വരെ ഇൻക്രീസ് ചെയ്യുന്നു? ടിൽ ദ ടെമ്പറേച്ചർ റീച്ചസ് 0 ഡിഗ്രി. അപ്പോൾ ഈ ഇത്രയും നേരം നമ്മൾ കൊടുത്ത ഹീറ്റ് എനർജിനെ നമുക്ക് എന്തായിട്ട് വിളിക്കാം? ദാറ്റ് ക്യാൻ ബി ടേക്കൺ ആസ് ഡെൽറ്റ Q1 എന്ന് എടുക്കാം. ദ ഡെൽറ്റ Q1 ഇസ് ഈക്വൽ ടു നമ്മളെടുത്ത ഐസിൻ്റെ മാസ് M ആണെങ്കിൽ MC എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് കപ്പാസിറ്റി ഓഫ് ഐസ്. ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ എത്രയാണ്? -T0ൽ നിന്ന് 0ലേക്കാണ് ഇൻക്രീസ് ചെയ്തിട്ടുള്ളത്. സോ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഇസ് T0 ഫൈനൽ മൈനസ് ഇനീഷ്യൽ. 0 മൈനസ് T0 അത് T0 ആണ്. അപ്പോൾ ഇത്രയും ഹീറ്റ് എനർജി സിസ്റ്റം അബ്സോർബ് ചെയ്തു. ഇത് ഈ ഒരു ടോപ്പിക്ക് NCERT ടെക്സ്റ്റിലൊക്കെ അങ്ങനെ അത്രയ്ക്ക് അങ്ങോട്ട് ഇമ്പോർട്ടൻസ് കൊടുത്ത് പറഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷേ നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. എല്ലാ വർഷവും അറ്റ്ലീസ്റ്റ് ഒരു ക്വസ്റ്റനെങ്കിലും ചോദിക്കുന്നതാണ്. ഈ കഴിഞ്ഞ JEE മെയിൻസിൻ്റെ പേപ്പർ നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാ ദിവസത്തെ പേപ്പറിലും അറ്റ്ലീസ്റ്റ് ഒരു ക്വസ്റ്റനെങ്കിലും ഉണ്ടായിരുന്നു. ഈ കഴിഞ്ഞ സെപ്റ്റംബറിലെ ആണെങ്കിലും ജനുവരിയിലെ ആണെങ്കിലും പല ഷിഫ്റ്റുകളായിട്ട് JEE നോക്കാൻ വെച്ചാൽ അറ്റ്ലീസ്റ്റ് എല്ലാ പേപ്പറിലും ഒരെണ്ണമെങ്കിലും ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് കലോറിമീറ്ററിൽ നിന്ന് ഇല്ലാതിരുന്നിട്ടില്ല. അത്രയും പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. നീറ്റിലും ഉണ്ടാവും. അപ്പോൾ നമുക്കൊരു സ്ട്രൈറ്റ് ലൈൻ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഐസ് എന്ത് ചെയ്ത് തുടങ്ങും? മെൽറ്റ് ചെയ്ത് തുടങ്ങും. ഈ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ എത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ 0 ഡിഗ്രിയിൽ എത്തിക്കഴിഞ്ഞാൽ ഐസ് സ്റ്റാർട്ട്സ് മെൽറ്റിംഗ്. പക്ഷേ മക്കളെ ഐസ് മെൽറ്റ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങളവിടെ ഹീറ്റ് എനർജി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചൂടാക്കുന്നത് നിർത്തിയിട്ടൊന്നുമില്ല. നമ്മൾ ഹീറ്റ് എനർജി കൊടുക്കുന്നതിനനുസരിച്ച് ഐസ് മെൽറ്റ് ചെയ്ത് തുടങ്ങും. പക്ഷേ നിങ്ങളെടുത്ത ഹീറ്റ് അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന ടെമ്പറേച്ചർ ഹീറ്റ് എനർജി മൊത്തം എന്തിനു വേണ്ടിയാണ് യൂട്ടിലൈസ് ചെയ്യുന്നത്? 0 ഡിഗ്രി എത്തിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള മെൽറ്റിംഗ് പോയിന്റിലെത്തി. പിന്നെ കുറച്ച് നേരം എന്ന് ഉദ്ദേശിക്കുന്നത് എടുത്ത ഐസ് മൊത്തം വെള്ളമാവുന്നത് വരെ ടെമ്പറേച്ചർ ഓഫ് ദ സിസ്റ്റം റിമൈൻസ് അറ്റ് 0 ഡിഗ്രി. അപ്പോൾ നമ്മുടെ ഗ്രാഫ് എങ്ങനെയായിരിക്കും വരുന്നത്? ഇറ്റ് വിൽ ബി എ സ്ട്രൈറ്റ് ലൈൻ ടിൽ ദ ഹോൾ ഐസ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു വാട്ടർ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കൊടുത്ത ഹീറ്റ് എനർജി ഇത്ര ഹീറ്റ് എനർജിയാണ്. ഈ ഹീറ്റ് എനർജിയാണ് നിങ്ങൾക്ക് എന്തിനു വേണ്ടി യൂസ് ചെയ്യേണ്ടി വന്നിട്ടുള്ളത്? ഐസിൻ്റെ ഫ്യൂഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ടി വന്നിട്ടുള്ളത്. സോ ദിസ് റെപ്രസെൻറ്റ്സ് ദ ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. അപ്പോൾ ആ ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന് എത്രയായിട്ട് എഴുതാം? ഡെൽറ്റ Q2 ആയിട്ട് എഴുതാം. രണ്ടാമത്തെ ഇൻ്റർവൽ. അപ്പോൾ അതെത്രയാണ് വരിക? മാസ് ഓഫ് ഐസ് ഇൻറ്റു ലാറ്റൻ ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. ലാറ്റൻ ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഓഫ് ഐസ് എത്രയാണ് മക്കളെ? ലാറ്റൻ ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഇസ് ഈക്വൽ ടു 80 കലോറി പെർ ഗ്രാം. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. ഒന്നുകിൽ കലോറിയിൽ റെപ്രസെൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അതിനെ ജൂളിൽ റെപ്രസെൻറ്റ് ചെയ്യാം. കാൽക്കുലേഷൻ എളുപ്പം ഇതാണ്. കാരണം മറ്റേത് 3.3 ഇൻറ്റു 10⁵ ജൂൾ പെർ കിലോഗ്രാം. അതിനേക്കാൾ എളുപ്പമുള്ള വാല്യൂ ഇതല്ലേ? ഈ യൂണിറ്റിൽ ചെയ്തിട്ട് അവസാനം എനർജിയെ നമ്മൾ എന്തിലേക്ക് മാറ്റിയാൽ മതി? കലോറിനെ ജൂളിലേക്ക് മാറ്റിയാൽ മതി. അതായിരിക്കും എളുപ്പം. അപ്പോൾ ഇതാണ് അവിടെ നടന്നിട്ടുള്ള ഫ്യൂഷന് വേണ്ടി നമ്മൾ കൊടുക്കേണ്ടി വരുന്ന എനർജി. ഇവിടെ നിങ്ങൾ കൊടുത്തിട്ടുള്ള ഹീറ്റ് എനർജിയാണ് എഴുതിയിട്ടുള്ളത്. ഡെൽറ്റ Q2 ഇസ് ഈക്വൽ ടു M ഇൻറ്റു ലാറ്റൻ ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. ഇനി അപ്പോൾ നമ്മളെടുത്ത ഐസ് മൊത്തം എന്തായിട്ട് മാറി? വെള്ളമായിട്ട് മാറി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ഹീറ്റിംഗ് നിർത്താൻ പാടില്ല. യു ആർ കണ്ടിന്യൂസ്ലി ഗിവിംഗ് ദ ഹീറ്റ് എനർജി. ഇനി നമ്മൾ ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ യു കനോട്ട് സീ എനി ചേഞ്ച് ഇൻ സ്റ്റേറ്റ് ടിൽ ദ ടെമ്പറേച്ചർ റീച്ചസ് എത്രയാണ്? 100 ഡിഗ്രി സെൽഷ്യസ്. 100 ഡിഗ്രി എത്തുന്നത് വരെ നമുക്ക് എന്ത് കാണാൻ പറ്റില്ല? യാതൊരു ചേഞ്ചും കാണാൻ പറ്റില്ല. പക്ഷേ ഇനി നമ്മൾ ചൂടാക്കുന്ന ഐസിനെയല്ല, വെള്ളത്തിനെയാണ്. അത് ആലോചിക്കണം. അപ്പോൾ ഇവിടെ വെച്ച് സോളിഡ് ലിക്വിഡായിട്ട് മാറി. ഇതാണ് അവിടുത്തെ ഫ്യൂഷന് വേണ്ടി വന്നിട്ടുള്ള ഹീറ്റ് എനർജി. അപ്പോൾ നമുക്ക് ഇനി ഹീറ്റ് എനർജി കൊടുക്കാം. നമ്മൾ ഇനിയും ഹീറ്റ് എനർജി കൊടുത്തു കഴിഞ്ഞാൽ യു ക്യാൻ സീ അനദർ ലൈൻ. ടിൽ ദ ടെമ്പറേച്ചർ റീച്ചസ് 100 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ 100 ഡിഗ്രിയിലെത്തി. ഇതൊരു അവിടെ ഒരു അധികപ്പറ്റാണ്. ഞാനൊന്ന് കറക്റ്റായിട്ട് വരയ്ക്കുകയാണ്.
നിങ്ങൾ സ്കെയിലൊക്കെ വെച്ച് വൃത്തിയായിട്ട് വരച്ചോ, ഞാൻ വരയ്ക്കുമ്പോൾ എങ്ങനെയായാലും ഇങ്ങനെയൊക്കെ തന്നെ വരുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും ഹീറ്റ് എനർജി, ഇതിപ്പോൾ നമ്മൾ എന്തിനു വേണ്ടി കൊടുത്തിട്ടുള്ള ഹീറ്റ് എനർജിയാണ്? വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ 0 ഡിഗ്രിയിൽ നിന്ന് 100 ഡിഗ്രി വരെ റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ള ഹീറ്റ് എനർജിയാണ്. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ 100 ഡിഗ്രി ആയി. അപ്പോൾ മൂന്നാമത്തെ കേസിൽ നമ്മൾ കൊടുത്തിട്ടുള്ള ഹീറ്റ് എനർജി ഡെൽറ്റ Q3 ഈസ് ഈക്വൽ ടു MC ഡെൽറ്റ ടി എന്ന് വരും. അത് ആക്ച്വലി ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100 മൈനസ് 0 ആണ്. അപ്പോൾ ഞാൻ തൽക്കാലം ഇവിടെ ഇപ്പോൾ ഡെൽറ്റ ടി എന്ന് മാത്രമേ എഴുതുന്നുള്ളൂ കേട്ടോ. വേറെ ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു 100. ഇവിടെ നമ്മൾ എടുത്ത സ്പെസിഫിക് എന്ന് പറഞ്ഞാൽ ഐസിൻ്റെ സ്പെസിഫിക് ആണ്. പക്ഷേ ഇവിടെ നിങ്ങൾ എടുക്കുന്ന സ്പെസിഫിക് ആരുടെയാണ്? വെള്ളത്തിൻ്റെ സ്പെസിഫിക് ആണ്. കാരണം നിങ്ങൾ ചൂടാക്കുന്ന ഐസിനെ അല്ല, ഐസൊക്കെ ചൂടായി വെള്ളമായി. ഇനിയിപ്പോൾ വെള്ളത്തിനെ അതിൻ്റെ ടെമ്പറേച്ചർ 0 ഡിഗ്രിയിൽ നിന്ന് 100 ഡിഗ്രിയിലേക്ക് എത്തിക്കാൻ നമ്മൾ കൊടുത്ത ഹീറ്റ് എനർജിയാണ്. ഓക്കെ, അപ്പോൾ 100 ഡിഗ്രി എന്ന് പറഞ്ഞാൽ അറിയാലോ, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള ബോയിലിംഗ് പോയിന്റ് ആണ്. യു സ്റ്റാർട്ട് കണ്ടിന്യൂ ദ ഹീറ്റിംഗ്. നമ്മൾ ഇനി ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കാണാൻ പറ്റുക? ബോയിലിംഗ് പോയിന്റിലാണ് ഇരിക്കുന്നത് വെള്ളം. ആ വെള്ളം എന്ത് ചെയ്ത് തുടങ്ങും? അതിൻ്റെ വേപ്പറൈസേഷൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും. വേപ്പറൈസേഷൻ കംപ്ലീറ്റ് ആവുന്നത് വരെ ടെമ്പറേച്ചർ എന്താണ്? കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഗ്രാഫ് എങ്ങനെ ഇരിക്കും? ഇറ്റ് വിൽ ബി എ സ്ട്രൈറ്റ് ലൈൻ. പക്ഷേ ഇതിൻ്റെ ലെങ്ത്തിനേക്കാൾ ഇതിൻ്റെ ലെങ്ത്ത് കുറച്ച് കൂടുതലായിരിക്കും. അതിൻ്റെ കാരണത്തിലേക്ക് നമുക്ക് പിന്നീട് വരാട്ടോ. അപ്പോൾ ഇതാ ഇവിടെ വെച്ചിട്ട് നമ്മൾ കൊടുത്ത ഹീറ്റ് മൊത്തം എന്തിനു വേണ്ടി യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞു? വെള്ളത്തിനെ വേപ്പറൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്ത് കഴിഞ്ഞു. അതായത് അറ്റ് ദിസ് പോയിന്റ് ദ കംപ്ലീറ്റ് വാട്ടർ ഈസ് കൺവേർട്ടഡ് ഇൻ ടു സ്റ്റീം. അപ്പോൾ ഇതാ ഈ കാണുന്ന ഒരു ലൈൻ ഉണ്ടല്ലോ, ഇവിടെ മുതൽ ഇവിടം വരെ നിങ്ങൾ കൊടുത്തിട്ടുള്ള ഹീറ്റ് എനർജിയാണ്. ഈ ഹീറ്റ് എനർജിയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? ദാറ്റ് ഈസ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ. ഡെൽറ്റ വേണമെന്നില്ല, ദാറ്റ് ഈസ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ. ഇത് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ആണ്, ഇത് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ ആണ്. അപ്പോൾ ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ എന്ന് പറയുമ്പോൾ ഞാനതിനെ ഡെൽറ്റ Q4 ആയിട്ട് എഴുതുന്നു. ദാറ്റ് ഈസ് മാസ് ഓഫ് വാട്ടർ ഇൻ ടു ലാറ്റൻ ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ. ലാറ്റൻ ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ്റെ വാല്യൂ ദാറ്റ് ഈസ് 540 കലോറി പെർ ഗ്രാം എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മളെടുത്ത ഐസ് മൊത്തം എന്തിനു വേണ്ടി യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞു? ഐസല്ല, സോറി, വെള്ളം മൊത്തം നമ്മൾ കൊടുത്ത ഹീറ്റ് മൊത്തം എന്തിനു വേണ്ടി യൂട്ടിലൈസ് ചെയ്തു? വെള്ളത്തിനെ വേപ്പറാക്കി മാറ്റാൻ വേണ്ടി യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ വീണ്ടും ഹീറ്റ് ചെയ്യാണ്. വീണ്ടും ഹീറ്റ് ചെയ്താൽ എന്താ കാണാൻ പറ്റുക? സ്റ്റീമിൻ്റെ ടെമ്പറേച്ചർ കൂടും. അല്ലാതെ സ്റ്റീമിന് വേറെ ഫേസ് ചേഞ്ച് ഒന്നും ഇതിൽ നിന്ന് വരില്ലല്ലോ. സോ ഇഫ് യു ഫർദർ കണ്ടിന്യൂ ദ ഹീറ്റിംഗ്, യു ക്യാൻ സീ the temperature of steam will continuously increase, and for that process the energy that you have to give is Q5 is equal to MC again delta T. പക്ഷേ ഇവിടെ സി എന്ന് പറയുന്ന ആരുടെ സ്പെസിഫിക്കറ്റ് ആണ്? ഐസിൻ്റെ അല്ല, വെള്ളത്തിൻ്റെ അല്ല. ഇപ്പോൾ നമ്മളുടെ കയ്യിലുള്ളത് സ്റ്റീമാണ്. സോ ഇറ്റ് ഈസ് ദ സ്പെസിഫിക് ഹീറ്റ് ഓഫ് വേപ്പർ. സ്പെസിഫിക് ഹീറ്റ് ഓഫ് വേപ്പർ, സ്പെസിഫിക് ഹീറ്റ് ഓഫ് ഐസ്, സ്പെസിഫിക് ഹീറ്റ് ഓഫ് വാട്ടർ, മൂന്നും തമ്മിലുള്ള റിലേഷൻ പറഞ്ഞിരുന്നു. വെള്ളത്തിൻ്റെ 1 ആണ്, സ്റ്റീമിൻ്റെ 0.46 ആണ്, ഐസിൻ്റെ ആണെങ്കിൽ 0.5 ആണ്. അപ്പോൾ ഈ രീതിയിലാണ് അവിടെ വാരി ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ പ്രോസസ്സിലേക്ക് ഞാനതിൻ്റെ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഡെൽറ്റ Q1 ആണ്, ഇത് ഡെൽറ്റ Q2, ദിസ് ഇസ് ഡെൽറ്റ Q3, ദിസ് ഇസ് ഡെൽറ്റ Q4. ഇനി അപ്പുറത്ത് എത്രത്തോളം നിങ്ങൾ ഹീറ്റ് ചെയ്യുന്നുണ്ടോ അതൊക്കെ എന്താണ്? ഡെൽറ്റ Q5 ആണ്. ഇനി നിങ്ങളൊരു കാര്യം നോക്കിയാൽ മനസ്സിലാവും, ഇവിടെ ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്ന് പറയുന്നത് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷനെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവാണ്. ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഈസ് മച്ച് ലെസ് ദാൻ ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം എന്താ ഇവിടെ തന്നെ കിടക്കുന്നുണ്ട്. 1 കലോറി അല്ലെങ്കിൽ ഇതിൻ്റെ ലാറ്റൻ ഹീറ്റ് ഓഫ് ഫ്യൂഷൻ വരുന്നത്, ഐസിൻ്റെ ലാറ്റൻ ഹീറ്റ് ഓഫ് ഫ്യൂഷൻ വരുന്നത് 80 കലോറി പെർ ഗ്രാമും, എന്നാൽ അതേ സബ്സ്റ്റൻസിന് തന്നെ ലാറ്റൻ ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ വരുന്നത് 540 കലോറി പെർ ഗ്രാമുമാണ്. അതായത് 1 ഗ്രാം ഐസിനെ വെള്ളമാക്കി മാറ്റാൻ നമ്മൾ 80 കലോറി കൊടുത്താൽ മതി. അതേസമയം 1 ഗ്രാം വെള്ളത്തിനെ വേപ്പറാക്കി മാറ്റാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? 540 കലോറി കൊടുക്കേണ്ടി വരും. അതായത് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്ന് പറയുന്നത്, ഹീറ്റ് ഓഫ് ഫ്യൂഷൻ്റെ ഏതാണ്ട് 7 മടങ്ങ് കൂടുതലാണ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ. അതുകൊണ്ട് തന്നെയാണ് നമുക്കിവിടെ ഫ്യൂഷനേക്കാൾ കൂടുതൽ ഹീറ്റ് എനർജി എന്തിൽ കൊടുക്കേണ്ടി വരുന്നത്? വേപ്പറൈസേഷനിൽ കൊടുക്കേണ്ടി വരുന്നത്. കാരണം സോളിഡിനെ ലിക്വിഡിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട്, നമ്മുടെ ആവശ്യം എന്താണ്? ഫ്യൂഷൻ നടക്കുന്ന സമയത്ത് സോളിഡിനെ ലിക്വിഡാക്കി മാറ്റണം. സോളിഡിനെ ലിക്വിഡാക്കി മാറ്റാൻ നമുക്ക് കൊടുക്കേണ്ടി വരുന്ന എനർജി കമ്പാരിറ്റീവ്ലി കുറവാണ്. കാരണം സോളിഡും ലിക്വിഡും തമ്മിൽ ഇന്റർമോളിക്കുലാർ ഫോഴ്സിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് അത്രയ്ക്ക് കൂടുതലല്ല. കാരണം നമ്മൾ സോളിഡ് സ്റ്റേറ്റിലുള്ള മെറ്റീരിയലിന് ഹീറ്റ് എനർജി കൊടുത്തുകൊണ്ട് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് മാറ്റുന്ന സമയത്ത് യു ആർ ഡിക്രീസിങ് ദ ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. അതുകൊണ്ടാണല്ലോ സോളിഡ് ലിക്വിഡായിട്ട് മാറുന്നത്. പക്ഷേ ലിക്വിഡിനെ ഗ്യാസിലേക്ക് മാറ്റണമെങ്കിൽ ദർ ഷുഡ് ബി എ ലാർജ് decrease in intermolecular force of attraction so that you have to give more and more energy for the conversion of
ലിക്വിഡ് സ്റ്റേറ്റ് ഇൻ ടു ഗ്യാസിയസ് സ്റ്റേറ്റ്. അപ്പോൾ കൂടുതൽ എനർജി അവിടെ കൊടുക്കേണ്ടി വരും. അത് ആൻഡ് ദിസ് ഷോസ് ദ എവിഡൻസ് എന്താണ്, ഒരു ഗ്രാമിന് 80 കലോറി വേണം ഫ്യൂഷൻ നടത്താൻ, പക്ഷേ ഇവിടെ 1 ഗ്രാമിന് 540 കലോറി വേണം. സോ നമ്മൾ സപ്ലൈ ചെയ്യേണ്ടി വരുന്ന ഹീറ്റ് എനർജി കൂടുതലായിട്ട് വേണ്ടി വരും. അപ്പോൾ ഇവിടെ നമുക്ക് ഐസിനെ എന്താക്കി മാറ്റണം, സ്റ്റീമാക്കി മാറ്റാൻ നമുക്ക് വേണ്ടി വരുന്ന ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ ടോട്ടൽ എനർജി ഇസ് ദിസ് ഡെൽറ്റ Q1 പ്ലസ് ഡെൽറ്റ Q2 പ്ലസ് Q3 പ്ലസ് Q4 പ്ലസ് Q5. ഇതാണ് നമ്മൾക്ക് കൊടുക്കേണ്ടി വരുന്ന ടോട്ടൽ ഹീറ്റ് എനർജി. ഈ ഗ്രാഫ് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പം മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ നടക്കുന്നത് ഫ്യൂഷനാണ്, ഇവിടെ നടക്കുന്നത് വേപ്പറൈസേഷനാണ്. ഓക്കെ, അപ്പോൾ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റുന്നില്ല, ടെമ്പറേച്ചർ ചേഞ്ച് കാണാൻ പറ്റുന്നില്ല. എല്ലാ സ്റ്റേറ്റ് ചേഞ്ചുകളും ഐസോതെർമൽ പ്രോസസ്സാണ്. അപ്പോൾ കലോറിമെട്രിയിൽ ഓർമ്മിക്കേണ്ട കാര്യം, 2 കാര്യങ്ങൾക്കാണ് ഹീറ്റ് യൂസ് ചെയ്യുന്നത്. ഒന്ന് സ്റ്റേറ്റ് ചേഞ്ചിനും പിന്നെ ഒന്ന് ടെമ്പറേച്ചർ ചേഞ്ചിനും. ആൻഡ് മോർ ഇമ്പോർട്ടൻ്റ്ലി ദേ വിൽ നോട്ട് ഹാപ്പൻ സൈമിൾട്ടേനിയസ്ലി. ഒന്ന് നടക്കുമ്പോൾ മറ്റേ പ്രോസസ്സ് നടക്കില്ല. അതായത് സ്റ്റേറ്റ് ചേഞ്ച് നടക്കുന്ന സമയത്ത് ടെമ്പറേച്ചർ ചേഞ്ച് നടക്കുന്ന സമയത്ത് സ്റ്റേറ്റ് ചേഞ്ച് നടക്കില്ല. ദേ ഹാപ്പൻസ് വൺ അറ്റ് എ ടൈം. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കിക്കോളൂ. ഇനിയിപ്പോൾ നമുക്ക് നോക്കേണ്ട കാര്യം എന്താണ്, ഈ പറഞ്ഞ സംഭവം ഏതാണ്ടൊക്കെ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ചെയ്യാം, അതായിരിക്കും നല്ലത്. ആ ഒരു എക്സാമ്പിൾ വഴി നമുക്കിതിൻ്റെ കാര്യങ്ങൾ കുറേ കൂടെ ഒന്ന് തറവാക്കാം. അതായത് നിങ്ങളോട് പറയാണ്, ഫോർ എക്സാമ്പിൾ യു ആർ ഹാവിങ്, നമുക്ക് ടെക്സ്റ്റിൽ നിന്നുള്ള ഒരു എക്സാമ്പിൾ തന്നെ ചെയ്ത് നോക്കാം. ടെക്സ്റ്റിലുള്ള എക്സാമ്പിൾ 14 ആണ്, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള എക്സാമ്പിൾ 14 സോൾവ്ഡ് എക്സാമ്പിൾ. The amount of heat released if 100 gram of ice at minus 10 degrees Celsius is converted to steam at 100 degrees Celsius. Steam at 120 degrees Celsius. അതായത് 100 ഗ്രാം ഐസ് -10 ഡിഗ്രി സെൽഷ്യസിലാണ് ഇരിക്കുന്നത്. നമുക്കിതിനെ എന്താക്കി മാറ്റണം, 120 ഡിഗ്രി സെൽഷ്യസിലുള്ള സ്റ്റീമാക്കി മാറ്റണം. അപ്പോൾ കൺവേർഷൻ എന്ന് പറയുന്നത് ദാ നോക്കിക്കോ, യു ഹാവ് 100 ഗ്രാം ഐസ് ഉണ്ട് നമ്മുടെ കയ്യിൽ. ഒന്ന് നമുക്ക് നീറ്റായിട്ട് എഴുതാം. സോ യു ആർ ഹാവിങ് 100 ഗ്രാം ഐസ്. ഇതിനെ എന്താക്കി മാറ്റണം, 100 ഗ്രാം സ്റ്റീമാക്കി മാറ്റണം. ഇതിനു വേണ്ടി നമുക്ക് വേണ്ടി വരുന്ന ഹീറ്റ് എനർജി എത്രയാണ്, ഹീറ്റ് എത്ര കൊടുക്കേണ്ടി വരും? ഐസ് ഇരിക്കുന്നത് -10 ഡിഗ്രി സെൽഷ്യസിലും സ്റ്റീം ഇരിക്കേണ്ടത് 120 ഡിഗ്രി സെൽഷ്യസിലുമാണ്. -10 ഡിഗ്രി സെൽഷ്യസ്. എക്സാമ്പിൾ 14 ഓർമ്മിച്ചോളൂ. അപ്പോൾ നമുക്ക് നോക്കാം എത്ര വേണ്ടി വരുന്നുള്ളത്. അപ്പോൾ ആദ്യം നിങ്ങൾ ഹീറ്റ് ചെയ്ത് തുടങ്ങി. നമ്മൾ ഹീറ്റ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് എന്തിനു വേണ്ടിയാണ് യൂട്ടിലൈസ് ചെയ്യുന്നത്? ഐസിൻ്റെ മെൽറ്റിങ്ങിന് വേണ്ടിയിട്ടല്ല, -10 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് 0 ഡിഗ്രിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. സോ ദ ഫസ്റ്റ് ഹീറ്റ് എനർജി ഡെൽറ്റ Q1 നമ്മൾ പറഞ്ഞ് തുടങ്ങിയ പോലെ തന്നെ ഡെൽറ്റ Q1 ഇസ് ഈക്വൽ ടു എത്ര വരും? മാസ് ഓഫ് ഐസ് എന്ന് പറഞ്ഞാൽ 100 ഗ്രാം അല്ലേ. സ്പെസിഫിക് ഹീറ്റ് ഓഫ് ഐസ് എത്രയാണ്? 1/2 അല്ലെങ്കിൽ 0.5 ആണ്. ഇൻറ്റു ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ എത്രയാണ് മക്കളെ? -10ൽ നിന്ന് 0യിലേക്ക് എത്തിക്കണം. അപ്പോൾ അത് ഡെൽറ്റ ടിയുടെ സ്ഥാനത്ത് നമ്മൾ എന്ത് കൊടുത്താൽ മതി? 10 എന്ന് കൊടുത്താൽ മതി. അപ്പോൾ ഓർമ്മിക്കുക, ഇവിടെ 2 ഹീറ്റാണ്. ഒന്ന് ടെമ്പറേച്ചർ ചേഞ്ചിനുള്ള ഹീറ്റ് ആണെങ്കിൽ അത് ആരാണ്? MC ഡെൽറ്റ ടി. അതുപോലെ തന്നെ സ്റ്റേറ്റ് ചേഞ്ചിനുള്ള ഹീറ്റ് ആണെങ്കിൽ അത് M ഇൻറ്റു ലാറ്റൻ ഹീറ്റ് ആണ്. ഈ 2 കാര്യങ്ങൾ ഇവിടെ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ആദ്യം MC ഡെൽറ്റ ടി. അപ്പോൾ ഇത് എത്ര വന്നു? 500 കലോറി എന്ന് കിട്ടി. ഇനി അടുത്ത പ്രോസസ്സ് എന്താ? ഇപ്പോൾ ഐസ് 0 ഡിഗ്രിയിലെത്തി. 0 ഡിഗ്രിയിലെത്തിയ ഐസിനെ നമുക്ക് എന്ത് ചെയ്യണം? മെൽറ്റ് ചെയ്യിക്കണം. അതിന് വേണ്ടി വരുന്ന ഹീറ്റ് എനർജി രണ്ടാമത്തെ ഇക്വേഷൻ അല്ലേ, ML അല്ലേ. അപ്പോൾ അത് 100 ഇൻറ്റു 80. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടി? 8000 കലോറി വേണം. ഇപ്പോൾ നമ്മളുടെ ബീക്കറിൽ എന്താ ഉള്ളത്? ഐസ് മൊത്തം വെള്ളമായിട്ട് മാറി. സോ നൗ യു ഹാവ് 8000, യു ഹാവ് ഗിവൺ 8000 കലോറി. സോ മൊത്തം ഇപ്പോൾ നമ്മൾ കൊടുത്ത എനർജി 8500 കലോറിയാണ്. നമ്മളുടെ ബീക്കറിലുള്ളത് മെൽറ്റായ 0 ഡിഗ്രിയിലുള്ള ഐസാണ്. അതായത് ഈ ഗ്രാഫ് നോക്കിയാൽ മനസ്സിലാവും, 0 ഡിഗ്രിയുള്ള ഐസ് അല്ല, 0 ഡിഗ്രിയുള്ള വെള്ളം. ഇവിടെ വെച്ച് ഐസ് അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇവിടെ എത്തിയപ്പോൾ അത് എന്തായിട്ട് മാറി? വാട്ടർ അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് മാറി. അതൊന്ന് നമുക്ക് നോട്ട് ചെയ്തിട്ട് പോവാം. ആ ഒരു കാര്യം കൂടെ നോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ക്വസ്റ്റ്യൻ കണ്ടിന്യൂ ചെയ്യാം. ഇവിടെ വെച്ച് എന്താ നമ്മുടെ ഇതിലുള്ളത്? ഐസ് അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ്. ഇവിടെ എത്തിയപ്പോൾ അത് ആരായിട്ട് മാറി? വാട്ടർ അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ്. അതായത് 0 ഡിഗ്രിയിലുള്ള ഐസ് എന്തായിട്ടാണ് മാറുന്നത്? 0 ഡിഗ്രിയിലുള്ള വെള്ളമായിട്ടാണ് മാറുന്നത്. ഇവിടെ എത്തിയപ്പോൾ ആരായിരുന്നു?
വാട്ടർ അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. ഇവിടെ എത്തിയപ്പോൾ ആരായി? സ്റ്റീം അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് മാറി. അപ്പോൾ സ്റ്റേറ്റ് ചേഞ്ച് നടന്നാൽ നമുക്ക് സ്റ്റേറ്റ് ചേഞ്ച് കംപ്ലീറ്റ് ആവുന്നത് വരെ എന്തിൽ ചേഞ്ച് വന്നിട്ടില്ല? ടെമ്പറേച്ചറിൽ ചേഞ്ച് വന്നിട്ടില്ല. സോ നൗ ഗോ ബാക്ക് ടു ദ ക്വസ്റ്റ്യൻ. അപ്പോൾ ഡെൽറ്റ Q2 കിട്ടി. ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് 0 ഡിഗ്രിയിലുള്ള വെള്ളമാണ്. ഇനി എന്ത് ചെയ്യണം? അതിൻ്റെ ടെമ്പറേച്ചർ 100 ഡിഗ്രി വരെ കൊണ്ടുപോകണം. സോ ദ തേർഡ് എനർജി ഡെൽറ്റ Q3 ഈസ് ഈക്വൽ ടു മാസ് വരുന്നത് 100 ഗ്രാം. സ്പെസിഫിക് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 1 എടുക്കണ്ടേ, വെള്ളമാണ്. 1 ഇൻറ്റു ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ 100 അല്ലേ വരുന്നത്. 0 to 100 ആണ് ഇൻക്രീസ് ചെയ്യേണ്ടത്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 10,000 കലോറി. ഇത്ര കാര്യങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. 100 ഗ്രാം എന്തെങ്കിലും കാൽക്കുലേഷനിൽ മിസ്റ്റേക്ക് ഒന്ന് നോക്കാം. 500 കലോറി. ഇവിടെയാണെങ്കിൽ എം ഇൻറ്റു ലാറ്റൻ ഹീറ്റ് 80 ഇൻറ്റു 100 8000. അപ്പോൾ അവിടെ ഒരു 10000 വന്നു. ഇനിയിപ്പോൾ അടുത്ത് എന്താ വേണ്ടത്? ഡെൽറ്റ Q4. ഡെൽറ്റ Q4 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ എന്തേ യൂസ് ചെയ്തിട്ടുള്ളൂ? ഇപ്പോൾ നമ്മൾ കൊടുത്ത ഹീറ്റ് എനർജി എന്തിനു വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളൂ? വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ 0 ഡിഗ്രിയിൽ നിന്ന് 100 ഡിഗ്രി വരെ എത്തിച്ചു. സോ നൗ യു ഹാവ് വാട്ടർ അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ്. ഇനി എന്ത് നടക്കും? ഈ ഗ്രാഫ് നോക്കിയാൽ മതി. വാട്ടർ അറ്റ് 100 ഡിഗ്രി സെൽഷ്യസിന് ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ദർ ഹാപ്പൻസ് വേപ്പറൈസേഷൻ ആൻഡ് എനർജി റിക്വയർഡ് ഫോർ വേപ്പറൈസേഷൻ ഈസ് മാസ് ഇൻറ്റു ലാറ്റൻ ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ. നോക്കിക്കോ. അപ്പോൾ അടുത്ത മാസ് എന്ന് പറഞ്ഞാൽ 100 ഗ്രാം ആണ്. ലാറ്റൻ ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ എത്രയാണ്? 540 അല്ലേ? 540. അപ്പോൾ നമുക്കിത് എത്ര കിട്ടി? 540 ഇൻറ്റു 100. സോ യു ആർ ഹാവിങ് 54,000 കലോറി. ഇത്ര എനർജി കൊടുത്തു. കഴിഞ്ഞിട്ടില്ലല്ലോ. ഇപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? യു ജസ്റ്റ് ഗോ ടു ദ ഗ്രാഫ്. ഇപ്പോൾ നമുക്ക് കിട്ടിയത് സ്റ്റീം അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. നമുക്ക് സ്റ്റീമിൻ്റെ ടെമ്പറേച്ചർ 100 എത്തിയാൽ പോരാ, 120 ഡിഗ്രിയിലേക്ക് ഇൻക്രീസ് ചെയ്യണം. സോ ദ ഫൈനൽ എനർജി ദാറ്റ് യു ഹാവ് ടു ഗിവ് ഇസ് ഡെൽറ്റ Q5 വിച്ച് ഇസ് ഈക്വൽ ടു MC എന്ന് പറഞ്ഞാൽ ആരുടെയാണ്? സ്റ്റീമിൻ്റെയാണ്. സ്റ്റീമിൻ്റെ ഇത് വരുന്ന വെള്ളത്തിൻ്റെ 1 ആണ്, ഐസിൻ്റെ 1/2 ആണ്, സ്റ്റീമിൻ്റെ 0.46 ആണ്. 0.46 ഇൻറ്റു ടെമ്പറേച്ചർ എവിടെ നിന്ന് എവിടേക്ക് ഇൻക്രീസ് ചെയ്യേണ്ടത്? 100 ഡിഗ്രിയിൽ നിന്ന് 120 ഡിഗ്രിയിലേക്ക് ഇൻക്രീസ് ചെയ്യണം. സോ ദാറ്റ് ഈസ് 20. അപ്പോൾ എത്ര വന്നു? 46 ഇൻറ്റു 20 920 കലോറി എന്നിട്ട്. അപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യേണ്ടി വന്നിട്ടുള്ള അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യേണ്ടി വന്നിട്ടുള്ള ടോട്ടൽ ഹീറ്റ് എനർജി എത്ര വരും മക്കളെ? നിങ്ങൾ എല്ലാത്തിനെയും കൂടെ ഒന്ന് ആഡ് ചെയ്ത് 54,000 64,000 72 72 72,000 പിന്നൊരു 1420. അപ്പോൾ 72 1400 73,000 സംതിങ് അല്ലേ വരുന്നത്? 900 500 1400. അപ്പോൾ 72 73,420 കലോറി എന്ന് കിട്ടും. അതായത് ദിസ് ക്യാൻ ബി അപ്രോക്സിമേറ്റഡ് ആസ് ഒരു 73,420 എന്ന് പറയുമ്പോൾ നമുക്കിതിനെ ഒരു 73.5 കിലോ കലോറി എന്ന് പറയാം. ഇതിനെ ഇനി ജൂളിലേക്ക് മാറ്റണം. നിങ്ങൾ ജൂളിലേക്ക് മാറ്റിക്കോ. ഡിവൈഡഡ് ബൈ 1 കലോറി ഈസ് ഈക്വൽ ടു 4.2 ജൂൾ അല്ലേ? അപ്പോൾ ഇതിനെ 4.2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജൂളിൽ കിട്ടും. പക്ഷേ ആൻസർ അവിടെ കലോറി തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യമില്ല. അപ്പോൾ നമ്മളിനി പറഞ്ഞു. അപ്പോൾ ഇതൊരു എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇത് നിങ്ങളുടെ മെറ്റീരിയലിൽ എക്സാമ്പിൾ 14 ആണ്. ഓക്കെ. ഇനി എനിക്ക് അവിടെ നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം, നമ്മളുടെ ആ ഗ്രാഫ് ഒരു വട്ടം കൂടെ ഒന്ന് വരയ്ക്കാം കേട്ടോ. നമ്മളിപ്പോൾ വരച്ചല്ലോ ഒരു ഗ്രാഫ്. ആ ഗ്രാഫ് ഒന്ന് ഒരു വട്ടം കൂടെ വരച്ച് നോക്കാം നമുക്ക്. എന്നിട്ട് കാര്യങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ എന്താണ് പറയാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആ ഹീറ്റിനും ടെമ്പറേച്ചറിനും വരുന്ന വേരിയേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ആ ഗ്രാഫിനെ ഒന്നുകൂടെ വരച്ച് നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇത് ഹീറ്റാണ്, ഇത് ടെമ്പറേച്ചറാണ്. നമ്മളതിനെ ചൂടാക്കുന്ന സമയത്ത് മെറ്റീരിയൽ നമ്മൾ ചൂടാക്കുന്ന സമയത്ത് എങ്ങനെയാണ് മക്കളെ? ആദ്യം ഇതതിൻ്റെ ഇനീഷ്യൽ ടെമ്പറേച്ചറാണ്. അത് ഇനീഷ്യൽ ടെമ്പറേച്ചറിൽ നിന്ന് കൂടി എവിടെ എത്തിയിട്ടുണ്ടാവും? അതിൻ്റെ മെൽറ്റിംഗ് പോയിന്റിൽ എത്തിയിട്ടുണ്ടാവും. മെൽറ്റിംഗ് പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ മെൽറ്റിംഗ് പ്രോസസ്സ് നടക്കും. മെൽറ്റിംഗ് പ്രോസസ്സ് നടന്നു കഴിഞ്ഞാൽ പിന്നെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും. എവിടെ വരെ? ബോയിലിംഗ് പോയിന്റ് വരെ ഇൻക്രീസ് ചെയ്യും. ബോയിലിംഗ് പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ ബോയിലിംഗ് പ്രോസസ്സ് നടക്കും. അഗെയിൻ ബോയിലിംഗ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വേപ്പർ സ്റ്റേറ്റിൻ്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഗ്രാഫിനെ ഒന്ന് നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു സ്ട്രൈറ്റ് ലൈൻ ഉണ്ടല്ലോ, ഇവിടെ വെച്ചത് പെർഫെക്റ്റ്ലി എന്താണ്? സോളിഡാണ്. ഇപ്പോൾ നമ്മൾ വരച്ച ഗ്രാഫിന് ഇനി ആ ഗ്രാഫിൽ വരയ്ക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് സെപ്പറേറ്റ് വരച്ചത്. സോളിഡാണ്. ഈ ഒരു റീജിയനിൽ എടുത്ത് നോക്കി കഴിഞ്ഞാലോ,
മെൽറ്റിങ് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അവിടെ എന്തൊക്കെ ഉണ്ടാവും? സോളിഡും ഉണ്ടാവും, അതിൻ്റെ ഒപ്പം തന്നെ ലിക്വിഡും ഉണ്ടാവും. മിക്സറാണ്. കാരണം ഐസ് മെൽറ്റായ ഐസ് മെൽറ്റായി കഴിഞ്ഞാൽ വെള്ളമാവും, പിന്നെ ബാക്കിയുള്ള ഐസ് കൂടെ ഉണ്ടാവും. സോ ദർ വിൽ ബി എ മിക്സ്ചർ. ഇവിടെ ഈ ഒരു ലൈനിൽ എന്തായിരിക്കും? ലിക്വിഡ് മാത്രമേ ഉണ്ടാവുള്ളൂ ഈ ഒരു സ്റ്റേറ്റിൽ. ഇവിടെ ആയിക്കഴിഞ്ഞാലോ വേപ്പറൈസേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ അവിടെ ലിക്വിഡും ഉണ്ടാവും, അതിൻ്റെ ഒപ്പം തന്നെ വേപ്പറും ഉണ്ടാവും. ഈ ഒരു ലൈനിലാണെങ്കിൽ അവിടെ ആര് മാത്രമേ ഉണ്ടാവുള്ളൂ? വേപ്പർ സ്റ്റേറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് എക്സ് ആക്സിസിന് പാരലായിട്ട് വരുന്ന സ്ലോപ്പ് ഇല്ലാത്ത, ഇതിനും സ്ലോപ്പില്ല, ഇതിനും സ്ലോപ്പില്ല, 0 ആണ്. സോ സ്ലോപ്പ് ഇല്ലാത്ത ലൈനുകളാണെങ്കിൽ അവിടെ 2 സ്റ്റേറ്റുകളുടെ മിക്സർ ആയിരിക്കും ഉണ്ടാവുക. സ്ലോപ്പ്ഡ് ലൈൻ ആണെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കും? അവിടെ ആര് മാത്രമേ ഉണ്ടാവുള്ളൂ? ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ മക്കളെ നിങ്ങൾ നോക്കിയേ, ഇവിടെ നടക്കുന്ന പ്രോസസ്സ് എന്താ? ഹീറ്റ് നിങ്ങൾ കൊടുത്തോണ്ടേ ഇരിക്കുകയാണ്. ഹീറ്റ് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളൊരു കോണിപ്പടി കയറി പോണ പോലെ, സ്റ്റെയർ കേസ് കയറി പോണ പോലെയാണ്. അപ്പോൾ ചൂടാക്കുന്ന സമയത്ത് സ്റ്റെയർ കേസ് കയറി പോവുക, തണുപ്പിക്കുന്ന സമയത്ത് സ്റ്റെയർ കേസ് ഇറങ്ങി വരിക. അത് ഓർമ്മിക്കുക. ന്യൂമറിക്കൽ ക്വസ്റ്റനൊക്കെ ചെയ്യുന്ന സമയത്ത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇത് ഇപ്പം നമ്മൾ പടി കയറി പോവുകയാണ് ചെയ്തത്. നിങ്ങൾ ഇരിക്കുന്ന ഇപ്പോൾ ഒരു വളരെ ഹൈ ടെമ്പറേച്ചറിലാണ് സ്റ്റീമിനെ വെച്ചിട്ടുള്ളത്. ഞാൻ എന്ത് ചെയ്യുന്നു? ഐ ആം റിമൂവിങ് ദ ഹീറ്റ് എനർജി ഫ്രം ദ സ്റ്റീം. സ്റ്റീമിൽ നിന്ന് ഹീറ്റ് എനർജി ഇങ്ങോട്ട് എടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. സ്റ്റീമിൽ നിന്ന് ഹീറ്റ് എനർജി എടുക്കുന്ന സമയത്ത് അവിടെ ഉണ്ടാവുന്ന ചേഞ്ചസ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ വളരെ ഹൈ ടെമ്പറേച്ചറിലാണ് സ്റ്റീം ഇരിക്കുന്നത്. ആ സ്റ്റീമിൽ നിന്ന് ഞാൻ പതുക്കെ ഹീറ്റ് എനർജി കുറച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്റ്റീമിൽ നിന്ന് പതുക്കെ ഹീറ്റ് എനർജി കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഗ്രാഫ് എന്താ? പടി എങ്ങനെയാണോ കയറി പോയത് അതേപോലെ ഇറങ്ങി വരും. അപ്പോൾ ഇപ്പോൾ സ്റ്റീം ഇരിക്കുന്ന ഒരു 150 ഡിഗ്രിയിലാണ്. എനിക്കതിന് എന്ത് ചെയ്യണം? അതിൻ്റെ ടെമ്പറേച്ചർ കുറച്ച് കൊണ്ടുവരണം. എവിടം വരെ? 100 ഡിഗ്രി വരെ കുറച്ച് കൊണ്ടുവരണം. 100 ഡിഗ്രി വരെ കുറച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ കാണുന്ന എന്താ? ഈ ഒരു കളർ വേണ്ട അല്ലേ? ഇതൊരു സുഖമില്ലാത്ത കളർ, നമുക്കത് കൃത്യമായിട്ട് മാർക്ക് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ നമ്മുടെ സ്ഥിരം കളർ തന്നെ എടുക്കാം. അപ്പോൾ ഇപ്പോൾ വേപ്പറൈസേഷൻ ആണ് നടന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് അതൊരു തനിയെ ഒരു ഗ്രാഫായിട്ട് നമുക്ക് വേണമെങ്കിൽ വരച്ച് നോക്കാം. അതായിരിക്കും നല്ലത്. ഇതിൻ്റെ കൂടെ വരയ്ക്കാതെ വേറൊരു ഗ്രാഫായിട്ട് വരയ്ക്കാം. ഇവിടെ ടെമ്പറേച്ചർ ഉണ്ട്, ഇവിടെ ഹീറ്റ് എനർജി ഉണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മളുടെ കയ്യിലുള്ള സ്റ്റീമാണ്. സ്റ്റീം ഈസ് kept at some higher temperature. ഇവിടെയാണ് ഇപ്പോൾ സ്റ്റീം ഇരിക്കുന്നത്. നമ്മൾ ആ സ്റ്റീമിന് എന്ത് ചെയ്യുന്നു? ഹീറ്റ് എനർജി കൊടുത്ത് അതിൻ്റെ ടെമ്പറേച്ചർ കുറച്ചു. ടെമ്പറേച്ചർ കുറയ്ക്കുകയാണെങ്കിൽ ഗ്രാഫ് എങ്ങനെയായിരിക്കും? മേലേക്ക് കയറിപ്പോയ പടി നമ്മൾ താഴേക്ക് ഇറങ്ങി വരുന്നു. അതങ്ങനെ ഇറങ്ങി വന്നു. എവിടം വരെ എത്തി? 100 ഡിഗ്രി വരെ എത്തി. 100 ഡിഗ്രിയിൽ എത്തിക്കഴിഞ്ഞാൽ സ്റ്റീമിന് നടക്കുന്ന പ്രോസസ്സ് എന്താ? അത് കണ്ടൻസ് ചെയ്ത് തുടങ്ങും. ഇവിടെ എങ്ങനെയാണോ പോയത് അതേപോലെ തന്നെ തിരിച്ചിറങ്ങി വരണം. ഇത് ഫ്യൂഷൻ ആണെന്ന് നിങ്ങൾക്കറിയാം, ഇത് വേപ്പറൈസേഷൻ ആണെന്ന് അറിയാം. മേലേക്കാണ് പോകുന്നത്. ഇവിടെ നമ്മൾ മേളിൽ നിന്നാണ് വരുന്നത്. ഇവിടെ താഴെ തുടങ്ങിയ പോലെ ഇവിടെ നമ്മൾ മേളിൽ നിന്നാണ് തുടങ്ങുന്നത്. ഇവിടെ എത്തിയപ്പോൾ വേപ്പർ എന്തായിട്ട് മാറിയിട്ടുണ്ടാവും? കണ്ടൻസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവും. കണ്ടൻസ് ചെയ്ത് കഴിയുന്നത് വരെ ടെമ്പറേച്ചർ എന്താ? കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമ്മൾ താഴേക്കായിട്ട് ഇറങ്ങി വരുന്നത്, പടി ഇറങ്ങി വരികയാണ്. സോ ദിസ് ഈസ് കണ്ടൻസേഷൻ. ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താ? വേപ്പറൈസേഷൻ നടക്കുന്ന സമയത്ത് ഹീറ്റ് അബ്സോർബ് ചെയ്യുകയാണ് ചെയ്യുക. കണ്ടൻസേഷൻ നടക്കുന്ന സമയത്ത് ഹീറ്റ് റിലീസ് ചെയ്യുകയാണ് ചെയ്യുക. സോ സ്റ്റീം അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ് ഇസ് കണ്ടൻസ്ഡ് ഇൻ ടു വാട്ടർ അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ്. ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ആണ്. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള എന്താ പറയുക, കണ്ടൻസേഷൻ പോയിന്റിലെത്തി. അല്ലെങ്കിൽ സ്റ്റീം 100 ഡിഗ്രി സെൽഷ്യസിൽ വെച്ച് എന്തായിട്ട് മാറണം? അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ടെമ്പറേച്ചർ അല്ലേ 100 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ 100ലെത്തി. ഇനി നമ്മൾ വീണ്ടും എന്ത് ചെയ്ത് തുടങ്ങി? ഹീറ്റ് റിമൂവ് ചെയ്ത് തുടങ്ങി. അല്ലെങ്കിൽ നമ്മൾ തണുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എങ്ങനെയാണോ ചൂടാക്കിയത് അതുപോലെ തന്നെ ഇവിടെ നമ്മൾ തണുപ്പിച്ചുകൊണ്ടിരിക്കുക. തണുപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്ത് വരും? ടെമ്പറേച്ചർ കുറയും. പിന്നെ നിങ്ങൾക്ക് ഒരു ചേഞ്ച് ഓഫ് സ്റ്റേറ്റും കാണാൻ പറ്റില്ല. എവിടം വരെ? 0 ഡിഗ്രി വരെ. അപ്പോൾ നമ്മൾ ടെമ്പറേച്ചർ കുറച്ച് കൊണ്ടുവന്ന് എവിടം വരെ എത്തിച്ചു? 0 ഡിഗ്രി വരെ എത്തിച്ചു. 0 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള ഫ്രീസിംഗ് പോയിന്റ് ആണ്. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ വാട്ട് യു ക്യാൻ സീ ദ വാട്ടർ സ്റ്റാർട്ട്സ് ഫ്രീസിങ് ഇൻ ടു ദ സോളിഡ് സ്റ്റേറ്റ്. അത് എവിടം വരെ തുടരും? നിങ്ങൾ എടുത്ത വെള്ളം മൊത്തം ഐസായിട്ട് മാറുന്നത് വരെ. അപ്പോൾ കണ്ടൻസേഷൻ നടന്നു. ഇവിടെ നമുക്ക് നടക്കുന്നത് ഫ്യൂഷനാണ്. അപ്പോൾ ഈ ഒരു മൊമെൻറ്റിലെത്തിയപ്പോൾ എന്തായി? മൊത്തം വെള്ളം ഐസായിട്ട് മാറി. പിന്നെ നിങ്ങൾ ഐസിനെ തണുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐസിനെ തണുപ്പിച്ചുകൊണ്ടിരിക്കും തോറും ഐസിൻ്റെ ടെമ്പറേച്ചർ കുറഞ്ഞ് താഴേക്ക് വരും. അപ്പോൾ ഇത് ഹീറ്റ് ചെയ്യുമ്പോഴുള്ള വാരിയേഷനാണ്. ഇത് കൂൾ ചെയ്യുമ്പോഴുള്ള വാരിയേഷനാണ്. ഹീറ്റ് ചെയ്യുമ്പോഴും കൂൾ ചെയ്യുമ്പോഴും വാരിയേഷൻ പ്രത്യേകിച്ച് ഒന്നുമില്ല, ഒരേ ഗ്രാഫ് തന്നെയാണ്. രണ്ടും ഒന്നിച്ച് വരയ്ക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് സെപ്പറേറ്റ് ആയിട്ട് വരച്ചത്. അപ്പോൾ ഓർമ്മിക്കേണ്ടത്, ചൂടാക്കുമ്പോൾ കോണിപ്പടി കയറി പോകണം,
തണുപ്പിക്കുമ്പോൾ നേരെ താഴേക്ക് ഇറങ്ങി വരുന്നത്. അപ്പോൾ അത് ഇനീഷ്യൽ ടെമ്പറേച്ചറിലെത്തി. നിങ്ങൾ T0 എന്ന് പറഞ്ഞ ടെമ്പറേച്ചറിലാണ് തുടങ്ങിയത്, അവസാനം നിങ്ങൾ T0 തന്നെ എത്തിച്ചേരും. ഇവിടെയാണെങ്കിൽ ടോട്ടൽ ഹീറ്റ് എനർജി എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് കൊടുക്കേണ്ടതാണ്. ഹീറ്റ് ചെയ്യുന്ന സമയത്താണെങ്കിൽ ഹീറ്റ് സിസ്റ്റം അബ്സോർബ് ചെയ്യുകയാണ് ചെയ്യുക. സോ ഈ ഒരു പ്രോസസ്സ് മൊത്തം എന്താണ്? എൻഡോതെർമിക് ആണ്. സിസ്റ്റം ഹീറ്റ് അബ്സോർബ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് മൊത്തം എന്താ? ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നതോറും നമ്മൾ ഹീറ്റ് സിസ്റ്റത്തിൽ നിന്ന് റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ദീസ് പ്രോസസ് ആർ എക്സോതെർമിക്. ഓക്കെ, ഇവിടെ നമ്മൾ ഹീറ്റ് എനർജിയെ എന്തായിട്ടാണ് എടുക്കുന്നത്? പോസിറ്റീവായിട്ടാണ് എടുക്കുന്നത്. സിസ്റ്റം ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നു. ഇവിടെയാണെങ്കിൽ ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത് എന്തായിട്ടാണ് എടുക്കുക? നെഗറ്റീവായിട്ടാണ് എടുക്കുക. നിങ്ങളുടെ കെമിസ്ട്രിയിൽ എടുക്കുന്ന സൈൻ കൺവെൻഷൻ അല്ല ഇവിടെ നമ്മൾ എടുക്കുന്നത്. സിസ്റ്റം ഹീറ്റ് അബ്സോർബ് ചെയ്താൽ സിസ്റ്റത്തിൻ്റെ ടോട്ടൽ എനർജി കണ്ടന്റ് കൂടും. സോ നമ്മളതിനെ പോസിറ്റീവായിട്ടും ഇവിടെയാണെങ്കിൽ നെഗറ്റീവായിട്ടും എടുക്കും. അത് പല കാര്യങ്ങളിലും തെർമോഡൈനാമിക്സിൽ പല കാര്യങ്ങളിലും ഫിസിക്സിലും കെമിസ്ട്രിയിലും എടുക്കുന്ന സൈൻ കൺവെൻഷനുകളിൽ വ്യത്യാസമുണ്ട്. എന്ന് വിചാരിച്ചാൽ ഒന്ന് ശരിയോ ഒന്ന് തെറ്റുമല്ല, രണ്ടും ശരിയാണ് ഇൻ ഡിഫറെൻറ്റ് പോയിന്റ് ഓഫ് വ്യൂ. അതെന്താണെന്നുള്ളത് നമുക്ക് വഴിയെ കാണാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഗ്രാഫ് എന്തായാലും നിങ്ങൾക്ക് ഏതാണ്ട് മനസ്സിലായിട്ടുണ്ടാവും. ഒരു എക്സാമ്പിളും കൂടെ നമുക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം, കാരണം ഇതിൽ എക്സാമ്പിൾസ് ചെയ്യാതെ നമ്മൾ തിയറി മാത്രം പറഞ്ഞു പോയാൽ ശരിയാവില്ല. ഞാനൊരു ഇതാണ് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. നമുക്കൊരു പ്രീവിയസ് ഇയർ എക്സാമ്പിൾ തന്നെ ചെയ്യാം. നീറ്റ് 2013 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഈസ് 1 gram ഓഫ് ഐസ് ഈസ് മിക്സഡ് വിത്ത് 1 gram ഓഫ് സ്റ്റീം. ഐസ് ഇരിക്കുന്നത് 0 ഡിഗ്രിയിലാണ്, സ്റ്റീം ഇരിക്കുന്നത് 100 ഡിഗ്രി സെൽഷ്യസിലാണ്. രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ ഐസിനെയും സ്റ്റീമിനെയും കൂടെ നിങ്ങൾ മിക്സ് ചെയ്തു. വാട്ട് ഈസ് ദ ടെമ്പറേച്ചർ ഓഫ് ദ മിക്സ്ചർ? എത്രയാണെന്ന് കണ്ടുപിടിക്കുക. ഓക്കെ, പിന്നെ ഈ രണ്ട് പേരെയും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ മാസ് ഓഫ് വാട്ടർ റിമൈനിങ് ഇൻ ദ ബീക്കർ? രണ്ട് കാര്യങ്ങളാണ് ചോദിക്കേണ്ടത്. ഇത് രണ്ട് ക്വസ്റ്റ്യൻ ആയിട്ട് രണ്ട് ഡിഫറെൻറ്റ് ഇയേഴ്സിൽ ചോദിച്ചതാണ്. ഇപ്പോൾ 2013 ഒരെണ്ണം ചോദിച്ചത്. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. സ്ഥിരമായിട്ട് ചോദിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്കൊന്ന് നോക്കിയാലോ. ഈ രണ്ട് പേരെയും കൂടെ നമ്മൾ മിക്സ് ചെയ്തു. ഐസും സ്റ്റീമും കൂടെ നമ്മൾ മിക്സ് ചെയ്യുകയാണേ. അപ്പോൾ ഐസും സ്റ്റീമും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്ന പ്രോസസ്സ് എന്തായിരിക്കും? എല്ലാവരും ഇപ്പോൾ ആലോചിക്കുക, ഐസും സ്റ്റീമും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഐസ് മെൽറ്റ് ചെയ്യും. ഐസ് മെൽറ്റ് ചെയ്യുന്നതല്ല മക്കളെ അവിടെ ആദ്യം നടക്കുന്ന പ്രോസസ്സ്. കാരണം ഐസ് മെൽറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ദാറ്റ് പ്രോസസ്സ് റിക്വയർഡ് സം സോർട്ട് ഓഫ് എനർജി ഫോർ പ്രൊസീഡിങ്. പക്ഷേ ഇവിടെ ഐസിന് മെൽറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എവിടെന്നെങ്കിലും എനർജി വേണം. ആ എനർജി ആരാണ് കൊടുക്കുന്നത്? സ്റ്റീമാണ് എനർജി കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം നടക്കുന്ന പ്രോസസ്സ് ഒരിക്കലും ഐസിൻ്റെ മെൽറ്റിംഗ് അല്ല. അതിപ്പോഴേ മനസ്സിലാക്കിക്കോളൂ. ദ ഫസ്റ്റ് പ്രോസസ് ടു ഹാപ്പൻ വിൽ ബി ദ റിലീസിങ് ഓഫ് എനർജി ബൈ സ്റ്റീം. സ്റ്റീം ഹീറ്റ് എനർജി റിലീസ് ചെയ്യുന്ന പ്രോസസ്സാണ് ആദ്യം നടക്കുക. കാരണം സ്റ്റീം ഹീറ്റ് റിലീസ് ചെയ്താലല്ലേ ഐസിന് മെൽറ്റിംഗ് നടക്കുള്ളൂ. സോ അവിടെ ആദ്യം നടക്കുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ സ്റ്റീമിൻ്റെ ഹീറ്റ് റിലീസിംഗ് ആണ്. സോ Q0 ഈക്വൽ ടു സ്റ്റീം ഹീറ്റ് റിലീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? റിലീസ്ഡ് ഹീറ്റ് ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ലാറ്റന്റ് ഹീറ്റ് ഓഫ് കണ്ടൻസേഷൻ. കോണിപ്പടി ഇറങ്ങണ്ടേ നമുക്ക്? സ്റ്റീമാണ്. എവിടെ നിന്നാണ് നമ്മൾ തുടങ്ങേണ്ടത്? ഇവിടെ നിന്നല്ലേ തുടങ്ങേണ്ടത്? 100 ഡിഗ്രി സെൽഷ്യസിലുള്ള സ്റ്റീമാണ്. അത് ഹീറ്റ് റിലീസ് ചെയ്ത് എന്തായിട്ട് മാറും? 100 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടർ ആയിട്ട് മാറും. അപ്പോൾ അവിടെ റിലീസ് ചെയ്ത എനർജി എത്രയാണ് വരിക? മാസ് ഓഫ് സ്റ്റീം എന്ന് പറഞ്ഞാൽ 1 ആണ്. 1 gram അല്ലേ? 540 കലോറി പെർ ഗ്രാം ആണ് കണ്ടൻസേഷൻ. അപ്പോൾ നമുക്ക് അവിടെ ടോട്ടലായിട്ട് എത്ര എനർജി കിട്ടി? 540 കലോറി എനർജി നമുക്കവിടെ കിട്ടി. നമുക്കല്ല കിട്ടിയത്, ഐസിനാണ് കിട്ടിയത്. അപ്പോൾ ഐസ് എന്ത് ചെയ്യും? ഈ 540 കലോറി എനർജി യൂസ് ചെയ്തുകൊണ്ട് മെൽറ്റ് ചെയ്യാൻ തുടങ്ങും. ഇവിടെ ഐസിൻ്റെ മെൽറ്റിങ്ങിന് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു ലാറ്റൻ ഹീറ്റ് ഓഫ് ഫ്യൂഷൻ അല്ലേ? അതെത്ര വരും? മാസ് 1 gram ആണ്. ലാറ്റൻ ഹീറ്റ് ഓഫ് ഫ്യൂഷൻ 80 ആണ്. സോ ഇറ്റ് ഈസ് 80 കലോറി. അപ്പോൾ 540 കലോറി എനർജി സ്റ്റീം റിലീസ് ചെയ്തു. അതിൽ നിന്ന് 80 കലോറി ഇപ്പോൾ ആരെടുത്തു? നമ്മുടെ ഐസ് എടുത്തു. അപ്പോൾ ബാക്കി എത്രയേ ഉള്ളൂ? 80 കലോറി എടുത്ത് എന്തിനാ? മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബാക്കി അവിടെ എത്രയേ ഉള്ളൂ? ബാക്കി അവിടെ 460 കലോറിയെ ഇപ്പോൾ അവിടെ ബാലൻസ് ഉള്ളൂ കേട്ടോ. ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. ഇനി ഐസ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് എന്താ? ഐസ് മെൽറ്റ് ചെയ്തു. തിരിച്ച് ഗ്രാഫിലേക്ക് പോകാം നമുക്ക്. ഐസ് ആയിരുന്നു, ഐസ് മെൽറ്റ് ചെയ്ത് എന്തായിട്ട് മാറി? 0 ഡിഗ്രിയിലുള്ള വെള്ളമായിട്ട് മാറി. ഈ 0 ഡിഗ്രിയിലുള്ള വെള്ളത്തിന് ഇനി എനർജി കിടക്കുന്നുണ്ട് അവിടെ. എത്രയാണ്? 540 80 എടുത്തുള്ളൂ. ബാക്കി 460 കലോറി അവിടെ കിടക്കുന്നുണ്ട്. ആ 460 കലോറിയിൽ നിന്ന് കുറച്ച് എനർജി അബ്സോർബ് ചെയ്തിട്ട് വെള്ളം എവിടേക്ക് പോകും? 0 ഡിഗ്രിയിൽ നിന്ന് 100 ഡിഗ്രിയിലേക്ക് പോകും. സോ അതിന് വേണ്ടി വരുന്ന എനർജി എത്രയാണ്? നൗ യു ഹാവ് വാട്ടർ അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ദാറ്റ് വാട്ടർ അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ് വിൽ ഫർദർ അബ്സോർബ് എനർജി ബിക്കോസ് ഇറ്റ് ഇസ് അവൈലബിൾ. അപ്പോൾ ഹീറ്റ് ഓഫ് അടുത്ത ഇനി നമുക്ക് Q1 Q2, ഇത് Q1 Q2 Q3 എന്ന് എഴുതുന്നുണ്ട് കേട്ടോ. അതിപ്പോൾ എന്ത് വേണമെങ്കിൽ എഴുതിക്കോ നിങ്ങൾ. അതെത്ര വരും? MC ∆T വരും. മാസ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ
1 gram ആണ്. അതിൻ്റെ സ്പെസിഫിക് കപ്പാസിറ്റി 1 ആണ്. ടെമ്പറേച്ചർ എവിടെ നിന്ന് എവിടേക്കാണ് കൂടേണ്ടത്? 0 ഡിഗ്രിയിൽ നിന്ന് 100 ഡിഗ്രിയിലേക്കാണ് കൂടേണ്ടത്. സോ 100. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു പിന്നെയും 460 നിന്ന് എത്ര എടുത്തു? 100 കലോറി എടുത്തു. അപ്പോൾ ഇപ്പോൾ ബാക്കി എത്ര ഉണ്ട്? ഈ പ്രോസസ്സ് കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ളത് 360 കലോറി എനർജിയാണ് ഇപ്പോൾ ബാക്കിയുള്ളത്. ഇപ്പോൾ നിങ്ങളെടുത്ത ബീക്കറിൽ വാട്ട് ഈസ് റിമൈനിങ്? വാട്ട് ഈസ് കണ്ടെയ്നിങ് ഇൻസൈഡ് ദ ബീക്കർ? നമ്മളെടുത്ത ബീക്കറിൽ ഇപ്പോൾ എത്ര ഗ്രാം വെള്ളം ഉണ്ടാവും? അതൊന്ന് ആദ്യം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ. 1 ഗ്രാം സ്റ്റീം ഉണ്ടായിരുന്നു, അത് എന്തായിട്ട് മാറിയിട്ടുണ്ട്? 100 ഡിഗ്രി സെൽഷ്യസിലുള്ള വെള്ളമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും 1 ഗ്രാം വെള്ളം അവിടെ ഉണ്ട്. പിന്നെ 1 ഗ്രാം ഐസ് മെൽറ്റ് ആയപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 1 ഗ്രാം വെള്ളം കിട്ടി. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ബീക്കറിനകത്ത് എന്തുണ്ട്? 2 ഗ്രാം വാട്ടർ ഉണ്ട്. ഈ 2 ഗ്രാമിൻ്റെ ടെമ്പറേച്ചർ 2 ഗ്രാം വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ എത്രയാണ്? സ്റ്റീം കണ്ടൻസ് ചെയ്ത് എന്തായിട്ടാണ് മാറിയത്? നോക്കിക്കോ. സ്റ്റീം കണ്ടൻസ് ചെയ്തിട്ട് 100 ഗ്രാമിലുള്ള വെള്ളമായിട്ട് 100 ഡിഗ്രി സെൽഷ്യസിലുള്ള വെള്ളമായിട്ടാണ് മാറിയിട്ടുള്ളത്. ഐസ് മെൽറ്റ് ചെയ്ത് 0 ഡിഗ്രിയിലുള്ള വെള്ളമായിട്ട് മാറി. 0 ഡിഗ്രിയിലുള്ള വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ കൂടി 100 ഡിഗ്രി സെൽഷ്യസിലായിട്ട് മാറി. അതായത് ആദ്യം 2 പേരും 2 ഡിഫറൻറ്റ് സ്റ്റേറ്റിലായിരുന്നു. ഇപ്പോൾ 2 പേർക്കും സ്റ്റേറ്റ് ചേഞ്ച് സംഭവിച്ച് ഒരേ സ്റ്റേറ്റിലേക്ക് വന്നു. ഏത് സ്റ്റേറ്റിലേക്ക്? ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് വന്നു. 2 പേരുടെയും ടെമ്പറേച്ചർ ഇപ്പോൾ എത്രയാണ്? 100 ഡിഗ്രി സെൽഷ്യസ് തന്നെയാണ്. സ്റ്റീം കണ്ടൻസ് ചെയ്ത് 100 ഡിഗ്രിയിലുള്ള വെള്ളമായി. ഐസ് മെൽറ്റ് ചെയ്ത് വീണ്ടും ടെമ്പറേച്ചർ കൂട്ടി 100 ഡിഗ്രിയിലേക്ക് എത്തി. നൗ യു ഹാവ് ഇൻസൈഡ് ദ ബീക്കർ 2 ഗ്രാം ഓഫ് വാട്ടർ വിച്ച് ഈസ് കെപ്റ്റ് അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത്, ഇപ്പോൾ നമ്മുടെ ബീക്കറിലുള്ളത് 100 ഡിഗ്രി സെൽഷ്യസിലുള്ള 2 ഗ്രാം വാട്ടറാണ്. ഈ 2 ഗ്രാം വെള്ളത്തിന് എത്ര എനർജി അവൈലബിൾ ആയിട്ടുണ്ട് മക്കളെ? 540 നിന്ന് എത്ര പോയി? 180 പോയി. ബാക്കിയുള്ളത് 360 കലോറി എനർജിയാണ്. ദിസ് പൊസസ് 360 കലോറി ഓഫ് എനർജി. 2 ഗ്രാം വെള്ളത്തിന് 360 കലോറി എനർജി ഉണ്ട്. എത്ര ഡിഗ്രിയിലുള്ള വെള്ളമാണ്? 100 ഡിഗ്രിയിലുള്ള വെള്ളമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. 100 ഡിഗ്രിയിലുള്ള വെള്ളത്തിന്, നിങ്ങൾ ആലോചിക്കേണ്ട, ഗ്രാഫ് ഒന്ന് നോക്കിയാൽ മതി. 100 ഡിഗ്രിയിൽ ഇരിക്കുന്ന വെള്ളത്തിന് 360 കലോറി എനർജി കൊടുത്താൽ വാട്ട് ഹാപ്പൻസ്? 100 ഡിഗ്രി ഇരിക്കുക, ഹീറ്റ് കൊടുത്താൽ എന്ത് തുടങ്ങും? വേപ്പറൈസേഷൻ തുടങ്ങും. വേപ്പറൈസേഷൻ തുടങ്ങി കംപ്ലീറ്റ് വേപ്പറൈസേഷൻ നടക്കുന്നത് വരെ ടെമ്പറേച്ചർ ഓഫ് ദ മിക്സർ എത്രയാണ്? 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. പക്ഷേ ഒരു കാര്യം ആലോചിച്ച് നോക്കിയേ. ഇവിടെ നമ്മുടെ അടുത്തുള്ളത് 2 ഗ്രാം വെള്ളമാണ്. ആ 2 ഗ്രാം വെള്ളത്തിന് അവൈലബിൾ ആയിട്ടുള്ള എനർജി എന്ന് പറയുന്നത് 360 കലോറിയേ ഉള്ളൂ. 2 ഗ്രാം വെള്ളത്തിന് വേപ്പറൈസ് ചെയ്യാൻ എത്ര എനർജി വേണം? ദ എനർജി റിക്വയർഡ് ടു വേപ്പറൈസ് 2 ഗ്രാം ഓഫ് വാട്ടർ Q is equal to 2 × 540. 1 ഗ്രാമിന് 540 വേണം. 2 ഗ്രാമിന് 1080 കലോറി വേണം. ഇവിടെ 1080 കലോറി ഉണ്ടോ? 360 കലോറി അല്ലേ ഉള്ളൂ. സോ ദാറ്റ് മീൻസ് ദ കംപ്ലീറ്റ് വേപ്പറൈസേഷൻ വിൽ നോട്ട് ഹാപ്പൻ ബിക്കോസ് എനർജി റിക്വയർഡ് ഈസ് മച്ച് ലെസ് ദാൻ ദ എനർജി റിക്വയർഡ് ഈസ് മച്ച് ഗ്രേറ്റർ ദാൻ ദ എനർജി അവൈലബിൾ. 360 കലോറി ഉള്ളൂ ആകെ. എത്ര വേണം? 1080 കലോറി വേണം. 1080 കലോറി ഇല്ല നമ്മുടെ അടുത്ത്. അപ്പോൾ എന്ത് നടക്കില്ല? വേപ്പറൈസേഷൻ നടക്കും, പക്ഷേ കംപ്ലീറ്റ് വേപ്പറൈസേഷൻ നടക്കില്ല. കംപ്ലീറ്റ് വേപ്പറൈസേഷൻ നടക്കുന്നത് വരെ ടെമ്പറേച്ചർ എത്രയാണ്? 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. സോ യുവർ ആൻസർ ഈസ് ടെമ്പറേച്ചർ ഓഫ് ദ മിക്സ്ചർ ഇസ് ഈക്വൽ ടു എത്ര കിട്ടണം? 100 ഡിഗ്രി സെൽഷ്യസ് എന്ന് കിട്ടണം. കാരണം അവിടെ 100 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് ടെമ്പറേച്ചർ കൂടണമെങ്കിൽ എന്ത് വേണം? നമ്മളെടുത്ത വാട്ടർ മൊത്തം എന്തായിട്ട് മാറിയിരിക്കണം? സ്റ്റീമായിട്ട് മാറിയിരിക്കണം. ഇവിടെ അത് നടക്കില്ല. നമ്മളെടുത്ത വെള്ളം 2 ഗ്രാം വെള്ളത്തിന് എത്ര എനർജി അവൈലബിൾ ആയിട്ടുള്ളൂ? 360 കലോറി എനർജി അവൈലബിൾ ആയിട്ടുള്ളൂ. എത്ര വേണം? കംപ്ലീറ്റ് വേപ്പറൈസേഷന് 1080 കലോറി വേണം. സോ കംപ്ലീറ്റ് വേപ്പറൈസേഷൻ വിൽ നോട്ട് ഹാപ്പൻ. സോ ദ ടെമ്പറേച്ചർ ഓഫ് ദ സിസ്റ്റം റിമൈൻസ് അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ്. ഇത് 100 ഡിഗ്രിനേക്കാളും കൂടണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ കുറേ കൂടെ എനർജി കൊടുക്കണം. പക്ഷേ നമ്മൾ എനർജി ഒന്നും കൊടുത്തിട്ടില്ല ഇവിടെ. നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് എനർജി ഒന്നും കൊടുത്തിട്ടില്ല. സ്റ്റീമിൻ്റെ എനർജി ഉപയോഗിച്ചുകൊണ്ടാണ് ഈ നടന്ന പ്രോസസ്സുകളെല്ലാം കംപ്ലീറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ടെമ്പറേച്ചർ ഓഫ് ദ മിക്സർ ഈക്വൽ ടു 100 ഡിഗ്രി. 2013 ക്വസ്റ്റൻ ആണ്. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക്. ഇനി ഒരു ക്വസ്റ്റൻ കൂടി ഉണ്ട്. ഇപ്പോൾ കംപ്ലീറ്റ് വേപ്പറൈസേഷൻ നടക്കില്ല എന്ന് പറഞ്ഞു. കുറച്ച് വേപ്പറൈസേഷൻ എന്തായാലും നടന്നിട്ടുണ്ടാവുമല്ലോ. കാരണം ഇവിടെ 360 കലോറി എനർജി ഉണ്ട്. ഈ 360 കലോറി കൊണ്ട് കുറച്ച് വെള്ളം ഉറപ്പായിട്ടും വേപ്പറൈസ് ചെയ്ത് പോയിട്ടുണ്ടാവും. ബാക്കി വെള്ളത്തിനാണ് എനർജി ഇല്ലാത്തതുകൊണ്ട് അത് എന്തായിട്ട് തന്നെ റിമൈൻ ചെയ്യും? അവിടെ ലിക്വിഡ് സ്റ്റേറ്റിൽ തന്നെ റിമൈൻ ചെയ്യും. അപ്പോൾ ഈ 360 കലോറി കൊണ്ട് എത്ര ഗ്രാം വെള്ളം വേപ്പറൈസ് ചെയ്ത് പോയിട്ടുണ്ട് എന്ന് നമുക്ക് നോക്കാം. 360 ആണ്. നമ്മൾ എന്താ എഴുതാറുള്ളത്? ഡെൽറ്റ Q ഇസ് ഈക്വൽ ടു ഡെൽറ്റ M ഇൻറ്റു ലാറ്റൻ ഹീറ്റ് ഓഫ്
വേപ്പറൈസേഷൻ. ഡെൽറ്റ ക്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? അവൈലബിൾ എനർജിയാണ്. 360 കലോറി. നമ്മൾ എന്താ കണ്ടുപിടിക്കണേ? ഈ 360 കലോറി കൊണ്ട് എത്ര വെള്ളം വേപ്പറൈസ് ചെയ്ത് പോയിട്ടുണ്ടാവും. അപ്പോൾ 360 is equal to delta m into 540. So what you will be getting? The mass of water that has been vaporized using this energy is equal to 36 divided by 54 എന്ന് കിട്ടും. അതായത് 2/3 ഗ്രാം. നമ്മുടെ കയ്യിൽ എത്ര ഉണ്ടായിരുന്നു? 2 ഗ്രാം ഉണ്ടായിരുന്നു. ആ 2 ഗ്രാമിൽ 2/3 ഗ്രാം എന്തായിട്ട് പോയി? വേപ്പറൈസ് ചെയ്ത് പോയി. സോ വാട്ട് ഈസ് ദ മാസ് ഓഫ് വാട്ടർ റിമൈനിങ്? 2 ഗ്രാം ഉണ്ടായിരുന്നു. ആ 2 ഗ്രാമിൽ നിന്ന് 2/3 ഗ്രാം എന്തായിട്ട് പോയി? വേപ്പറൈസ് ചെയ്ത് പോയി. സോ ബാക്കിയുള്ളത് എത്രയാണ്? 4/3 ഗ്രാം എന്ന് കിട്ടും. മൊത്തം ഉണ്ടായിരുന്നത് 2 ഗ്രാം. ആ 2 ഗ്രാമിൽ 2/3 ഗ്രാം, അതായത് 0.667 ഗ്രാം എന്ത് ചെയ്ത് പോയി? വേപ്പറൈസ് ചെയ്ത് പോയി. ബിക്കോസ് അതിനാവശ്യമുള്ള എനർജി അവിടെ ഉണ്ട്. ബാക്കി എത്ര ഉണ്ട്? ആ 2ൽ നിന്ന് 0.667 കുറച്ച് കഴിഞ്ഞാൽ യു വിൽ ബി ഗെറ്റിംഗ് 1.333 ഗ്രാം, അല്ലെങ്കിൽ 4/3 ഗ്രാം ഇപ്പോൾ അവിടെ എന്ത് സ്റ്റേറ്റിൽ തന്നെയാണ്? ലിക്വിഡ് സ്റ്റേറ്റിൽ തന്നെ കിടക്കുന്നുണ്ട്. അതിൻ്റെ വേപ്പറൈസേഷൻ നടക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? നമുക്ക് എക്സ്റ്റേണൽ ആയിട്ട് എനർജി കൊടുക്കേണ്ടി വരും. പക്ഷേ ഇവിടെ എക്സ്റ്റേണൽ എനർജി കൊടുക്കുന്നതിനെ പറ്റിയിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. ഈ ടെമ്പറേച്ചർ ഓഫ് ദ മിക്സ്ചർ കണ്ടുപിടിക്കാനാണ് നിങ്ങളോട് പറയുന്നത്. മിക്സ്ചർ ടെമ്പറേച്ചർ 100 തന്നെ. And you are having 4/3 gram of water inside it and 2/3 gram has been vaporized. അപ്പോൾ ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഒരു ക്വസ്റ്റ്യൻ കൂടെ പറഞ്ഞതിന് ശേഷം നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ഓക്കെ, ഇതേപോലെ തന്നെ ഒരു എക്സാമ്പിളും കൂടെ നമുക്ക് ചെയ്ത് നോക്കാം. നിങ്ങളുടെ ഇത് വേണമെങ്കിൽ നമുക്ക് നിങ്ങളുടെ മെറ്റീരിയലിൽ നിന്ന് തന്നെ ആക്കാം. എന്താണ് നിങ്ങളുടെ മെറ്റീരിയലിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ച്. നല്ലൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 17 ആണ് നിങ്ങളുടെ മെറ്റീരിയലിലുള്ള എക്സാമ്പിൾ നമ്പർ 17. ഓക്കെ, how should 1 kilogram of water at 10 degrees Celsius to be divided so that 1 part of it when converted into ice at 0 degrees Celsius would by this change of state provide a quantity of heat that would be sufficient to vaporize the other part? ക്വസ്റ്റ്യൻ കാണുന്നത് ചിലപ്പോൾ ഒന്ന് കൺഫ്യൂഷൻ തോന്നാം നിങ്ങൾക്ക്. സോ ക്വസ്റ്റ്യൻ കൂടെ ശ്രദ്ധിച്ചോളൂ. നമ്മുടെ അടുത്ത് 1 കിലോഗ്രാം വെള്ളമുണ്ട് 10 ഡിഗ്രി സെൽഷ്യസിൽ. ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം? 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യണം. 1 കിലോഗ്രാം വെള്ളത്തിനെ 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യണം. ഒരു പാർട്ടിനെ നമ്മൾ എന്ത് ചെയ്തു? 10 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് 0 ഡിഗ്രി സെൽഷ്യസിലേക്ക് കൊണ്ടുവന്ന് അതിനെന്താക്കി മാറ്റി? ഐസാക്കി മാറ്റി. 0 ഡിഗ്രി സെൽഷ്യസിലേക്ക് കൊണ്ടുവന്ന് ഐസാക്കി മാറ്റി. അപ്പോൾ വെള്ളം ഐസായിട്ട് മാറുന്ന സമയത്ത് അവിടെ എന്ത് റിലീസ് ചെയ്യുന്നുണ്ട്? ഹീറ്റ് റിലീസ് ചെയ്യുന്നുണ്ട്. ആ ഹീറ്റ് കൊണ്ട് മറ്റേ പാർട്ട് എന്തായിട്ട് പോകണം? വേപ്പറൈസ് ചെയ്ത് പോകണം. അങ്ങനെയാണെങ്കിൽ ഇതിനെ എങ്ങനെ ഡിവൈഡ് ചെയ്യണം എന്നാണ് ചോദിക്കുന്നത്. ഇപ്പോൾ 1 കിലോഗ്രാം അല്ലേ നമ്മുടെ അടുത്തുള്ളത്, അതായത് 1000 ഗ്രാം നിങ്ങളുടെ അടുത്തുണ്ട്. അതായത് എക്സ് ഗ്രാമിനെ നിങ്ങൾ എന്ത് ചെയ്തു? ഫ്രീസ് ചെയ്തു. എക്സ് ഗ്രാമിനെ ഫ്രീസ് ചെയ്തപ്പോൾ ആ ഫ്രീസ് ചെയ്ത എക്സ് ഗ്രാം ഹീറ്റ് റിലീസ് ചെയ്തിട്ടുണ്ട്. ആ ഹീറ്റ് കൊണ്ട് ബാക്കി വരുന്ന മാസ് എത്രയാണ്? 1000 മൈനസ് എക്സ് ആണ്. 1000 ഗ്രാം അല്ലേ? അപ്പോൾ എക്സ് ഗ്രാം ഫ്രീസ് ചെയ്തു. സോ ബാക്കി വരുന്ന 1000 മൈനസ് എക്സ് ഗ്രാമിന് ഈ ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്തുകൊണ്ട് എന്ത് സ്റ്റേറ്റിലേക്ക് പോകണം? വേപ്പർ സ്റ്റേറ്റിലേക്ക് പോകണം. അതല്ലേ ക്വസ്റ്റ്യൻ പറയുന്നത്. ഇനി ക്വസ്റ്റ്യൻ നോക്കി കഴിഞ്ഞാൽ ക്ലിയർ ആവും. ഹൗ ഷുഡ് 1 കിലോഗ്രാം ഓഫ് വാട്ടർ 10 ഡിഗ്രി സെൽഷ്യസ് ടു ബി ഡിവൈഡഡ് സോ ദാറ്റ് 1 പാർട്ട് ഓഫ് ഇറ്റ് when converted into ice at 0 degrees Celsius would by this change of state provide a quantity of heat that would be sufficient to vaporize the other part. അപ്പോൾ നമ്മളുടെ കയ്യിലുള്ളത് ആദ്യം തന്നെ. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ എക്സാമ്പിളിലുള്ള 17th ക്വസ്റ്റ്യൻ ആണ് കോമ്പറ്റേറ്റീവ് സോൾവ്ഡ് എക്സാമ്പിൾ. നിങ്ങൾ പൊതുവേ ഇപ്പോൾ സോൾവ്ഡ് എക്സാമ്പിൾസ് ഒന്നും ചെയ്ത് പഠിക്കുന്നില്ല എന്നാണ് മനസ്സിലാവുന്നത്. സോൾവ്ഡ് എക്സാമ്പിൾസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സൊല്യൂഷൻ ഉണ്ടെന്ന് കരുതി ചെയ്ത് നോക്കാതിരിക്കരുത്. ഓക്കെ, അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ 1 കിലോഗ്രാം വെള്ളമുണ്ട്. ഞാനതിന് എന്ത് ചെയ്യുന്നു? ഒന്ന് എക്സ് ഗ്രാമാണ്, മറ്റേത് 1000 മൈനസ് എക്സ് ഗ്രാമാണ്. കിലോഗ്രാമിൽ ചെയ്യേണ്ട, കാൽക്കുലേഷൻ ബുദ്ധിമുട്ടാവും. ഇത് രണ്ടുപേരും ഇപ്പോൾ ഇരിക്കുന്ന എത്രയിലാണ്? 10 ഡിഗ്രി സെൽഷ്യസിലാണ് ഇരിക്കുന്നത്. സോ ഞാൻ എന്ത് വിചാരിക്കുന്നു? ഐ ആം കൺവെർട്ടിങ് ദിസ് എക്സ് ഗ്രാം ഓഫ് വാട്ടർ ഇൻ ടു ഐസ്. 10 ഡിഗ്രി സെൽഷ്യസിലുള്ള എക്സ് ഗ്രാം വെള്ളത്തിനെ എന്ത് ചെയ്യാണ്? ഐസാക്കി മാറ്റുകയാണ്. അപ്പോൾ എനിക്ക് അപ്പോൾ വെള്ളം ഐസായിട്ട് മാറുന്ന സമയത്ത് ഹീറ്റ് റിലീസ് ചെയ്യും. അപ്പോൾ നമുക്ക് എത്ര ഹീറ്റ് റിലീസ് ചെയ്യാം? ആ 10 ഗ്രാമിലുള്ള വെള്ളം ഉടനെ ഐസായിട്ട് മാറില്ലല്ലോ. അതിൻ്റെ ടെമ്പറേച്ചർ എവിടം വരെ കൊണ്ടുപോകണം? 0 ഡിഗ്രി വരെ കൊണ്ടുപോകണം. അപ്പോൾ അതിനോട് വേണ്ടി വരുന്ന എനർജി Q1 എന്ന് പറഞ്ഞാൽ എത്ര വരും? മാസ് വരുന്നത് എക്സ് ആണ്. സ്പെസിഫിക് കപ്പാസിറ്റി ഓഫ് വാട്ടർ എന്ന് പറയുന്നത് 1 ആണ്. ഇൻറ്റു ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ 10ൽ നിന്ന് 0ലേക്ക് പോകണം. അപ്പോൾ അത് 10. അപ്പോൾ നമുക്കവിടെ 10x ആയിട്ട് മാറി. ഈ 10x എന്ന് പറഞ്ഞാൽ എന്താ? 10x കലോറി. 10 ഡിഗ്രി സെൽഷ്യസിലുള്ള വെള്ളത്തിനെ നമ്മൾ എവിടേക്ക് കൊണ്ടുപോകണം? 0 ഡിഗ്രി സെൽഷ്യസിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ മെൽറ്റ് ചെയ്യണമെങ്കിൽ എന്താ? ആദ്യം ഇരിക്കുന്നത് 10 ഡിഗ്രി സെൽഷ്യസിലാണ്. ഇതിനെ നമുക്ക് എന്തിലേക്ക് കൊണ്ടുപോകണം? 0 ഡിഗ്രി സെൽഷ്യസിലേക്ക് കൊണ്ടുപോകണം. ഇതിന് വേണ്ടി വന്ന എനർജിയാണ് Q1. ഇനി അടുത്ത പ്രോസസ്സ് എന്താ?
0 ഡിഗ്രി സെൽഷ്യസിൽ ഇരിക്കുന്ന ഐസിനെ നമുക്ക് എന്ത് ചെയ്യണം, അല്ല വാട്ടറിനെ, ഇത് 0 ഡിഗ്രി സെൽഷ്യസിൽ ഇരിക്കുന്ന വാട്ടറാണ്, ഇതിനെ ആരാക്കി മാറ്റണം, 0 ഡിഗ്രി സെൽഷ്യസിലുള്ള ഐസ് ആക്കി മാറ്റണം. ഇതിന് വേണ്ടി വരുന്ന എനർജിയാണ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. അതിനെ നമ്മൾ Q2 എന്ന് എടുത്തു. അപ്പോൾ Q2 എത്രയാണ്, Q2 is equal to എത്ര കിട്ടും മക്കളെ, മാസ് വരുന്നത് x ഗ്രാം, ലാറ്റൻ ഹീറ്റ് വരുന്നത് 80 ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 80x കലോറി. ഇത്രയും ഹീറ്റ് എനർജി നമുക്ക് എവിടുന്ന് കിട്ടി, ഈ x ഗ്രാമിൽ നിന്ന് റിലീസ് ചെയ്ത് കിട്ടി. അപ്പോൾ നമുക്ക് കിട്ടിയ ടോട്ടൽ അവൈലബിൾ എനർജി എത്രയാണ്, Q അവൈലബിൾ ഈക്വൽ ടു 90x ആണ് ഉള്ളത്. 90x കലോറി. ഈ രണ്ട് പ്രോസസ്സിൽ നിന്നും കൂടെ കിട്ടിയത് 90x കലോറിയാണ്. ഈ 90x കലോറിയാണ് ആരെടുക്കുന്നത്, 1000 മൈനസ് എക്സ് എടുക്കുന്നത്. ആ 1000 മൈനസ് എക്സ് ഗ്രാം ഇത് എടുത്തുകൊണ്ട് എന്ത് ചെയ്യണം, ബോയിൽ ചെയ്യണം, അല്ലെങ്കിൽ വേപ്പറൈസ് ചെയ്ത് പോകണം. പക്ഷെ ഇപ്പം അതിരിക്കുന്നത് എത്ര ഡിഗ്രി സെൽഷ്യസിലാണ്, 10 ഡിഗ്രി സെൽഷ്യസിലാണ്. 10 ഡിഗ്രി സെൽഷ്യസ് ഇരിക്കുന്ന വെള്ളം ഉടനെ ബോയിൽ ചെയ്ത് പോകുമോ, ഇല്ലല്ലോ. രണ്ട് കാര്യങ്ങൾ നടക്കുകയാണ് നമുക്കവിടെ. ഒന്ന്, അതിൻ്റെ ടെമ്പറേച്ചർ 10 ഡിഗ്രിയിൽ നിന്ന് 100 ഡിഗ്രിയിലേക്ക് കൊണ്ടുപോകണം. 100 ഡിഗ്രിയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള എനർജി കൊണ്ട് എന്ത് ചെയ്യാം, വേപ്പറൈസ് ചെയ്ത് പോവാം. അപ്പോൾ നമുക്കവിടെ വേണ്ടി വരുന്ന എനർജി Q3 എന്ന് പറഞ്ഞാൽ എന്താണ്, ദ എനർജി റിക്വയർഡ് ടു റൈസ് ദ ടെമ്പറേച്ചർ ഓഫ് 1000 മൈനസ് എക്സ് ഗ്രാം ഫ്രം 10 ഡിഗ്രി ടു 100 ഡിഗ്രി. അത് ആ എനർജി എത്രയാണ്, മാസ് വരുന്നത് 1000 മൈനസ് എക്സ് അല്ലേ, 100 അല്ലല്ലോ. Q3 is equal to 1000 മൈനസ് എക്സ് ഇൻറ്റു സ്പെസിഫിക് കപ്പാസിറ്റി 1 ആണ്. ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ 100 മൈനസ് 10 90. അതവിടെ നിൽക്കട്ടെ. Q4 എന്ന് പറഞ്ഞാൽ നമ്മളതിനെ എവിടേക്ക് എത്തിച്ചു, 100 ഡിഗ്രിയിലേക്ക് എത്തിച്ചു. നൗ യു റിക്വയർ സം എനർജി ടു വേപ്പറൈസ് ഇറ്റ്. വേപ്പറൈസ് ചെയ്യാൻ എത്ര വേണം, 1000 മൈനസ് എക്സ് ഇൻറ്റു 540 എം ഇൻറ്റു ലാറ്റൻ ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. അപ്പോൾ അവിടെ അതിന് വേണ്ടി വന്നിട്ടുള്ള ടോട്ടൽ റിക്വയർഡ് എനർജി എത്രയാണ്, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ പോരെ. രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1000 മൈനസ് എക്സ് കോമൺ ആണ്, 1000 മൈനസ് എക്സ് കോമൺ ആണ്. പിന്നെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 90 പ്ലസ് 540 630. ഇതാണ്, ഇത്രയും കലോറിയാണ് അതിന് റിക്വയർഡ് ആയിട്ടുള്ള എനർജി. ഈ റിക്വയർഡ് എനർജി മൊത്തം ആര് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള എനർജി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതല്ലേ ക്വസ്റ്റിൽ പറയുന്നത്. ഇത് റിലീസ് ചെയ്യുന്ന എനർജി കൊണ്ട് ഇതിനെ വേപ്പറൈസ് ചെയ്ത് പോകണം. അപ്പോൾ നമുക്ക് എന്താ എഴുതാം, 90x is equal to 1000 മൈനസ് എക്സ് ഇൻറ്റു 630. ക്യാൻസൽ ചെയ്ത് പോയില്ലേ, 90 630 7 തവണ. അപ്പോൾ അവിടെ ബാക്കി വരുന്നത് എന്താ, എക്സ് ഇസ് ഈക്വൽ ടു 7000 മൈനസ് 7x എന്ന് കിട്ടും. അതായത് 8x ഈക്വൽ ടു 7000 ആൻഡ് എക്സ് ഇസ് ഈക്വൽ ടു 7000 ഡിവൈഡഡ് ബൈ 8 അല്ലേ വരുന്നത്. 7000 ബൈ 8 എന്ന് പറഞ്ഞാൽ 70 അറൗണ്ട് 875 ഗ്രാം എന്ന് വരും. അതായത് 875 gram of water has been solidified and it releases an energy of 90x. using that energy, ഇവിടെ ഇത് സോളിഡിഫൈ ചെയ്തു പോയ ആളാണ്. അപ്പോൾ അവിടെ വേപ്പറൈസ് ചെയ്തു പോയ ആളുടെ മാസം എത്രയാണ്, 1000 നിന്ന് എത്ര കുറയ്ക്കണം, 1000 മൈനസ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 മൈനസ് എക്സ് ഈക്വൽ ടു 125 ഗ്രാം എന്ന് കിട്ടി. സോ യു ഹാവ് ടു ഡിവൈഡ് ഇറ്റ് ലൈക്ക് 875 ഗ്രാം ആൻഡ് 125 ഗ്രാം. ഈ ഒരു റേഷ്യോയിൽ ഡിവൈഡ് ചെയ്താലാണ് ഇത് റിലീസ് ചെയ്യുന്ന എനർജി കൊണ്ട് ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് വേപ്പറൈസ് ചെയ്യാൻ പറ്റുന്നത്. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, ജെയ്ക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണത്. അപ്പോൾ ഇന്ന് ഇവിടം വരെ കലോറിമെട്രിയുടെ ഒരു ന്യൂമറിക്കൽ ആസ്പെക്ട്സ് ഇവിടം വരെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഫർദർ ക്വസ്റ്റ്യൻസ് നമുക്ക് കോമൻറ്റ് ഡിസ്കഷനിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നൊക്കെ എന്തായാലും നമുക്ക് ഇത്ര മതി, ഈ ഒരു ടോപ്പിക്കേ ഉള്ളൂ. ഇത് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് എത്രത്തോളം ക്വസ്റ്റ്യൻസ് കൂടുതൽ ചെയ്ത് പഠിക്കാൻ പറ്റുന്നുണ്ടോ അത്രത്തോളം ചെയ്യാം. മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തോളൂ. ഈ രണ്ട് ടോപ്പിക്കാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ഒന്ന് കലോറിമെട്രിയും പിന്നൊന്ന് തെർമൽ കണ്ടക്ഷനും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു.